വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ. കഥ കേട്ട് കഥ എഴുതിയ കഥ അറിയാൻ എല്ലാവരും റെഡിയാണോ? എല്ലാവരും നന്നായി ചിരിക്കുന്നുണ്ട് അല്ലേ സർ? എല്ലാവരും റെഡിയാണ്. അപ്പം നിങ്ങളോട് ആ കഥ പറയാൻ ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹത്തിനും ഏറെ സന്തോഷമുണ്ടാവും. അതിനു മുമ്പ് ഒരു ചെറിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിക്ക് പറയാമോ? ഒന്നും കൂടി പുസ്തകത്തിൻ്റെ പേര് പറയട്ടെ. ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കഥകൾ. പറഞ്ഞോളൂ, മോള് പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയടി കൊടുത്തോളൂ. ആ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്താണെന്നാണ് മോള് പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഒരു ചെറിയ രഹസ്യം പറഞ്ഞു തരാം. ഓക്കെ, ഒരു ചെറിയ അറിവ് പറയട്ടെ സർ. ഇതാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി. പുസ്തകത്തിന്റെ പേരെന്താണ്? ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതി എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി, മലയാളത്തിൽ ആദ്യം അച്ചടിച്ച പുസ്തകം. ആ പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷ് പണ്ഡിതനാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അന്നത്തെ ആ മലയാളം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകുമാർ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്വതന്ത്ര പുനരാവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മയുടെ പൂമരം എന്ന ഈ പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ശ്രീകുമാർ സാറിനെ, ഡോക്ടർ കെ ശ്രീകുമാറിനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ആൽഫ വേഴ്സ് എന്ന കുട്ടികളുടെ മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ആളാണ്. കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളോട് കഥയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്തപ്പോൾ കഥയെപ്പറ്റി പറയുക? കഥ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. കുറേയൊക്കെ പഠിക്കാനുണ്ട്, കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ കഥയെക്കുറിച്ച് പറയാനൊക്കെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കഥ എഴുതാൻ എളുപ്പമാണ്, കഥ പറയാൻ എന്താ ഇപ്പോൾ കഥ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ നമുക്കറിയാം കഥ എന്താണെന്നറിയാം അല്ലേ? കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് സാഹിത്യത്തിൽ എന്തൊക്കെയുണ്ട്? കഥ, കവിത, പിന്നെന്തൊക്കെയുള്ള നോവൽ, നാടകം, ജീവചരിത്രം ഇല്ലേ? ഒരുപാട് ഭാഗങ്ങളുണ്ട് സാഹിത്യത്തിന് അല്ലേ? അതിൽ കഥയ്ക്ക് ഭയങ്കര പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളങ്ങനെ അതെന്താ പ്രാധാന്യം എന്ന് ചോദിക്കാം. പക്ഷേ ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറയാം. മലയാളത്തിൽ നിങ്ങൾ KVK ആണെങ്കിലും കേരളത്തിലുള്ളവരാണ്, അധികവും മലയാളം അറിയുന്നവരാണല്ലേ, മലയാളം കേട്ടാലും അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ഞാൻ പറയാം. ചിലപ്പോൾ പറയും അവനെ ആളൊരു കഥയില്ലാത്തവനാന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അവൾ ആളൊരു കഥയില്ലാത്തവളാന്ന് പറയും. ചിലർ പറയും അവൻ കഥയുള്ളവനാ. എന്താ ഈ കഥയുള്ളവൻ കഥയില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ ആളൊരു കഥയില്ലാത്തവളാന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് വേറെ ആർക്കും ഒരു ഗുണമില്ല, സമൂഹത്തിനൊരു ഗുണമില്ല എന്നാണ് അർത്ഥം അല്ലേ? അത് കഥയുള്ളവനാണെന്ന് പറഞ്ഞാലോ കൊള്ളാം, അവൻ കൊള്ളാം, അവൻ വെറുതെ അവൻ്റെ ജീവിതം ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് പലതുമൊക്കെ ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം കഥയ്ക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യമില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും അവനൊരു കവിതയില്ലാത്തവനാണെന്നോ അവനൊരു നാടകം ഇല്ലാത്തവനാണെന്നോ ഒറ്റ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കഥ എന്ന് തന്നെ പറയുള്ളൂ. പിന്നെ കഥ പറയലും കഥ കേൾക്കലും ഒക്കെയാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം. നിങ്ങൾ വന്നേക്കണോ ഇത് തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ചില കഥയൊക്കെ പറയുമ്പോൾ കഥ തുടങ്ങണേ എങ്ങനെയാണ്? പണ്ടത്തെ കഥകളൊക്കെ തുടങ്ങണേ പണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങില്ലേ? വളരെ പഴക്കമുള്ള കഥയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കഥ തുടങ്ങണേ. മുത്തശ്ശി കഥകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നായകനുണ്ടാവും, ഒരു വില്ലനുണ്ടാവും, പ്രതിനായകനുണ്ടാവും അല്ലേ? പല കഥയിലും അവസാനം എന്താ? ഇവർ തമ്മിൽ ഏറ്റുമുട്ടും. എന്നിട്ട് നായകൻ വില്ലൻ്റെ എന്തോന്ന് കഴിക്കും. എന്താ കഴിക്കുക? കഥ കഴിക്കുമെന്നാ പറയാം അല്ലേ? കഥ കഴിക്കുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? കഥ കഴിഞ്ഞു വെച്ചാൽ കൊന്നു എന്നർത്ഥം അല്ലേ? കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്നെ കൂടെ ഒരു ഗുണമില്ല, അയാൾ മരിച്ചതുപോലെ ആയി എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ നമ്മൾ നായകൻ വില്ലൻ്റെ നാടകം കഴിച്ചു എന്നോ കഥ കഴിച്ചു എന്നൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ കഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ പ്രാധാന്യമുണ്ട്. ഒരു വലിയ ആൾ മരിച്ച്, സാധാരണ ആൾക്കാർ മരിച്ച് ഒരു പട്ടിയും പൂച്ചയൊക്കെ മരിച്ച് ചത്തു കഴിഞ്ഞാൽ എന്താ പറയുക? നമ്മൾ ചത്തുപോയി എന്ന് പറയും അല്ലേ? പക്ഷെ ഒരു വലിയ ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് പ്രയോഗിക്കും. ഒരു വലിയ പ്രതിഭയായിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് ഉപയോഗിക്കും. കവിതാവശേഷം എന്ന് പറയുമോ? എന്താ പറയുക?
കഥാവശേഷൻ, അടൂരിൻ്റെ ഒരു സിനിമയൊക്കെയുണ്ട്, കഥാവശേഷൻ. കഥയിൽ മാത്രമായി തീർന്നു ആൾ ഇനി ജീവിച്ചിരിക്കില്ല, മരിച്ചു പോയെങ്കിലും അയാളുടെ സംഭാവനകളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുന്നുള്ള പേരിൽ കഥാവശേഷൻ എന്ന് പറയും. അപ്പോൾ കഥയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ഞാനിങ്ങനെ കഥകൾ ഒരുപാട് അന്വേഷിച്ചു പോയിട്ട് ഒരുപാട് ആളുകളുടെയൊക്കെ കഥ, നമുക്ക് ഒരുപാട് കഥകളുണ്ട്, പക്ഷേ ഈ കഥകൾ പലതും നമുക്ക് അറിയില്ല. പണ്ടൊക്കെ ഈ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളുണ്ടായിരുന്നു. അതന്ന് പ്രായമുള്ള മുത്തശ്ശിമാർക്ക് കഥകൾ അറിയായിരുന്നു, അവർ കഥകൾ പറഞ്ഞു തരും, ആ കഥകൾ നമ്മൾ കേൾക്കും. അങ്ങനെ ഞാനൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ള ആളാണ്, കുറച്ച് കഥകളൊക്കെ കേൾക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ മുത്തശ്ശിമാർക്ക് എല്ലാവർക്കും ഒന്നും കഥയൊന്നും അറിയില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുത്തശ്ശിമാർ തന്നെ പലപ്പോഴും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള കുങ്കുമപ്പൂവിൻ്റെയും അതിൻ്റെയൊക്കെ മുമ്പിലിരിക്കുന്നവരല്ലേ, അവരെന്ത് കഥ പറയാനാ, അതിലെ കഥകളല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, എല്ലാവരും തിരക്കിലായിപ്പോയി. വിളിച്ചിരുത്തിയിട്ട് മക്കളെ വാ കഥ പറഞ്ഞു തരാമെന്ന് പറയാൻ പറ്റുന്ന സമയമൊന്നും ആർക്കും ഇല്ലാണ്ടായിപ്പോയി. എല്ലാവരും തിരക്കുള്ളവരായി, പരസ്പരം ആളുകൾ കാണുന്നത് തന്നെ അപൂർവമായി പോയൊരു സമയമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കഥകളിപ്പോൾ പുസ്തകങ്ങളിൽ കൂടെയൊക്കെയാണ് നമുക്ക് കഥകൾ വായിക്കാനൊക്കെ പറ്റുന്നത്. ഒരുപാട് കഥകളുണ്ട് നമുക്ക് മലയാളികൾക്ക്. ഒരു സ്ഥലത്ത്, പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ കഥകളെക്കുറിച്ച്, ബാലസാഹിത്യത്തെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുക. അപ്പോൾ ഒരു തെലുങ്കിലെ ഒരു പണ്ഡിതനായിട്ടുള്ള ആൾ വന്നിട്ടിങ്ങനെ പറയുകയാണ്, തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും ഒക്കെ ഒരുപാട് കഥകളുണ്ട്, നാടോടി കഥകളുണ്ട്, മുത്തശ്ശി കഥകളുണ്ട്, പക്ഷേ മലയാളത്തിൽ അത്രയൊന്നും കഥകളില്ല എന്ന് പറയുക. അപ്പോൾ ഞാനിത് കേൾക്കുക. അപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകും, നമ്മൾ മലയാളികളല്ലേ, മലയാളത്തിൽ കഥയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മലയാളം കഥയില്ലാത്ത ഭാഷയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ എനിക്ക് അപ്പം മറുപടി പറയാനുള്ള ധൈര്യമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തു, കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്തൊക്കെ എൻ്റെ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ട്രെയിൻ കയറി പോയി ഓരോരോ ജില്ലകളിലൊക്കെ ചെന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന അപ്പൂപ്പന്മാരെയും മുത്തശ്ശിമാരെയും അമ്മമാരെയൊക്കെ കണ്ട് അവരുടെ ഓർമ്മ, ചില ആൾക്കാർക്കും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കഥകളിങ്ങനെ കേട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇതൊരു പുസ്തകമായിട്ട് ഇറക്കി. അത് അന്ന് DC ബുക്സാണ് ആ പുസ്തകം ഇറക്കിയത്. 3 ഭാഗങ്ങളുള്ള പുസ്തകമാണ്. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്നായിരുന്നു അതിൻ്റെ പേര്. എത്ര പേജാണെന്നറിയോ? 3000 പേജ്. അപ്പോൾ അത് പൂർണ്ണമൊന്നുമല്ല, കുറേ കഥകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇത്രയും കഥകൾ നമുക്കുണ്ട്. പിന്നെ എനിക്ക് ധൈര്യമായി, ഏത് സ്ഥലത്ത് ഏത് പണ്ഡിതൻ പറയുന്ന ഒരു മീറ്റിങ്ങിലും കയറിയിട്ട് പറയാൻ പറ്റും, നിങ്ങൾ പറയുന്ന തെറ്റാണ്, മലയാളത്തിന് ഇത്രയേറെ കഥകളുണ്ട് എന്ന് പറയാൻ പറ്റും. അതാണ് കഥയുടെ കാര്യം. ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ വേറൊരു കാര്യം കൂടെ ആലോചിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ആദ്യത്തെ കഥ ഏതായിരിക്കും? കുറേ കഥകളുണ്ടല്ലോ. ഇതിൽ ആദ്യത്തെ കഥ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ളൊരു ചോദ്യം പോലെ ഇരിക്കും. കാരണം കോഴി ഉണ്ടാവണമെങ്കിൽ മുട്ട വേണ്ടേ, മുട്ട ഉണ്ടാവണമെങ്കിൽ കോഴി വേണ്ടേ എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയാൻ പറ്റാത്ത പോലെ ആദ്യത്തെ കഥ ഏതാണെന്ന് അന്വേഷിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നു. ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്കൊരു കഥ കിട്ടി. ആ കഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കഥയൊന്നുമല്ല, പുറത്തെ ഒരു നാടോടി കഥയായിട്ട് പറയുന്നതാണ്. കഥ എങ്ങനെയാണ് ഉണ്ടായത്, കഥ ഉണ്ടായ കഥ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു, കഥ ഉണ്ടായ കഥ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കഥ ചുരുക്കി പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കഥ കേൾക്കാൻ വന്നവരാ. അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കഥ ഉണ്ടായതെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. സാധാരണ കഥ പറയുന്ന പോലെ തന്നെ ഞാൻ കഥ പറയാൻ പോകും. എങ്ങനെയാ? പണ്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ചെറിയ പ്രായമാണ്, യുവാവാണ്. ആ മനുഷ്യന് ഭയങ്കര കുടവയറുണ്ടായിരുന്നു. കുടവയറെന്നറിയാലോ, ഭയങ്കര വലിയ കുടവയറാണേ. ഈ കുടവയറിൻ്റെ ഉള്ളിലാണ് ലോകത്തുള്ള മുഴുവൻ കഥകളും ഇങ്ങനെ അവിടെ താമസിച്ചിരുന്നത്. ഒരു വയറിൻ്റെ ഉള്ളിൽ കഥകളൊക്കെ താമസിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തൊക്കെ കഥകളാണ്? ഹാസ്യ കഥകളുണ്ട്, ചരിത്ര കഥകളുണ്ട്, യക്ഷിക്കഥകളും പ്രേതകഥകളും ഉണ്ട്, ഹാസ്യ കഥകളുണ്ട്, ഒരുപാട് കഥകൾ. ഈ കഥകളൊക്കെ ഇപ്പം നിങ്ങളെപ്പോലെ കുറേ ആളുകളെ അങ്ങ് സങ്കല്പിച്ച് നോക്കുക. ഒരാളൊരു യക്ഷിക്കഥയാണ്, ഒരാളൊരു പ്രേതകഥയാണ്, ഒരാളൊരു ചരിത്രകഥയാണെന്ന് വിചാരിച്ച് നോക്കുക. നമുക്കൊക്കെ സങ്കല്പിക്കുക കഥയിൽ. പിന്നെ കഥയിലൊരു ഗുണം എന്താണെന്നറിയോ? നമുക്ക് എന്തും പറയാം. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പറയാനൊരു ഉത്തരവുണ്ട്, ഒരു ജാമ്യമുണ്ട്. എന്താണെന്നറിയോ? കഥയിൽ ചോദ്യമില്ല എന്ന് പറയാം അല്ലേ? അതുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് കേട്ടാൽ മതി എന്ന് പറയാം. അത് കഥ പറയുന്ന ആളുടെ ഒരു, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ചോദിച്ച് എൻ്റെ ഉത്തരം മുട്ടിക്കേ. അതുകൊണ്ട് ഞാൻ പറയും കഥയിൽ ചോദ്യമില്ല എന്ന് പറയും. അങ്ങനെ ഇയാളുടെ വയറ്റിൽ നിറച്ച് കഥകൾ ഇങ്ങനെ തിങ്ങിക്കൂടി ശ്വസിക്കാൻ പറ്റാത്ത രീതി കഴിയുക. അപ്പോൾ അവിടെ അടുത്ത വീട്ടിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളുടെ ആവശ്യം എന്താ? എപ്പോഴും കഥ കേൾക്കണം എന്നാണ്. കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ വയറ്റിൽ ഒരുപാട് കഥകളുണ്ടല്ലോ, ഒരു 3-4 കഥകളെ ഞങ്ങൾക്ക് വിട്ടുതാന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. കുടവയറം മാത്രമല്ല, ഇയാൾ പിശുക്കനുമാണ്. നിങ്ങളുടെ കൂട്ടത്തിലും പിശുക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ? എന്താ പിശുക്കന്മാരുടെ ലക്ഷണം? വേറെ ആൾക്ക് ഒന്നും കൊടുക്കില്ല, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങുമതല്ലേ പിശുക്കൻ. അങ്ങനത്തെ ഒരു പിശുക്കനായിരുന്നു. അതിനൊരു പ്രയോഗമുണ്ട്, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവെന്ന് പറയും. എന്ന് വെച്ചാൽ മുറിഞ്ഞ കൈ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരു മരുന്നെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റാത്തവെന്നുള്ള അർത്ഥത്തിൽ
പറയുന്നതാണത്. അങ്ങനത്തെ പിശുക്കനായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അയാൾ പിശുക്കൻ്റെ ഗുണം എന്താ, അങ്ങോട്ടൊന്നും കൊടുക്കില്ല, ഇങ്ങോട്ട് എന്ത് കിട്ടിയാലും വാങ്ങും. ഈ പിള്ളേരോട് പറഞ്ഞു, നടക്കണ കാര്യമല്ല, എൻ്റെ വയറ്റിലെ കഥകളെയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. കുട്ടികളുടെ ഒരു രീതി ഉണ്ടേ, എന്തെങ്കിലും ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ, കരയാൻ തുടങ്ങില്ലേ. നിങ്ങളല്ല അന്നത്തെ കുട്ടികൾ, ഇന്നത്തെ കുട്ടികളൊക്കെ മാറി, അവരെക്കുറിച്ചേ അല്ല പറയണേ കേട്ടോ. ഇന്ന് നിങ്ങൾ കരയുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ആകപ്പാടെ വിഷമിച്ച് തിരിച്ചു പോയി. കുറേ കാലം കഴിഞ്ഞ് ഇയാൾ കുറേയും കൂടെ പ്രായമായി, കുറേ മധ്യവയസ്കനായി. ആ സമയത്ത് അന്നത്തെ കാലത്ത് ആദ്യത്തെ കുട്ടികളൊക്കെ വലുതായി. അന്നത്തെ കാലത്തെ കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, അമ്മാവ കുറച്ച് കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, പിശുക്കനല്ലേ, ഒരിക്കലും അങ്ങോട്ട് കൊടുക്കില്ലല്ലോ. പിശുക്കൻ പറഞ്ഞു, നടക്കില്ല, കഥയൊന്നും തരില്ല, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പൊക്കോളാൻ പറഞ്ഞു. പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞു, കുട്ടികളാകെ സങ്കടപ്പെട്ട് പോയി. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇയാൾ വയസ്സനായി, എന്നെപ്പോലെ മുടിയൊക്കെ ഇങ്ങനെ നരച്ച് ഒരു വയസ്സായ സമയത്താണ്. അപ്പോൾ ഈ അന്നത്തെ കുറേ കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, മുത്തശ്ശ കുറച്ച് കഥകൾ, ഏതായാലും മുത്തശ്ശൻ മരിക്കാൻ പോവല്ലേ, കുറച്ച് കഥകളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് മരിക്കാൻ പറഞ്ഞു. മുത്തശ്ശനായാലും ചെറുപ്പക്കാരനായാലും മധ്യവയസ്കനായാലും പിശുക്കൻ തന്നെയാണ്, ഒന്നും അങ്ങോട്ട് കൊടുക്കില്ല, നടക്കില്ല, നിങ്ങൾ ആ വെള്ളം വാങ്ങി വെച്ചേക്ക്, നിങ്ങൾ അതിനിട്ട വെള്ളം വാങ്ങി വെച്ചേക്കുന്നൊരു പ്രയോഗമല്ലേ, അത് നിങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞ് അവരും പോയി. പക്ഷേ ഈ കഥകളുണ്ടല്ലോ, വയറ്റിലുള്ള കഥകൾ, ഈ കഥകൾ ഇത് മുഴുവൻ കേട്ടു. ഈ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നതും കഥയില്ല എന്ന് പറഞ്ഞ് വിടുന്നതൊക്കെ കേട്ടു. അവർക്ക് ആകെ പേടിയായി. കാരണം എന്താ, ഇയാളിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങ് മരിച്ചു പോകും. മരിച്ചു പോയാൽ ഇയാളോടൊപ്പം ഈ കഥകളെല്ലാം മരിച്ചു പോകും, ലോകത്ത് ആർക്കും കഥ കിട്ടില്ല. നമ്മുടെ കാര്യം വലിയ കഷ്ടമാണ്. പെട്ടെന്ന് തന്നെ എന്ത് വെച്ചു, ഈ കഥകളൊക്കെ കൂടി ഒരു മീറ്റിംഗ്, ഇതേപോലെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി, 2 കസേര ഉണ്ടാക്കി, ഒരു അധ്യക്ഷനുണ്ടാക്കി, ഒരു മുഖ്യ പ്രഭാഷകനുണ്ടാക്കി, ഒരു ആശംസ ഉണ്ടാക്കി, സ്വാഗതക്കാരുണ്ടാക്കി, എന്നിട്ട് വിഷയം അവതരിപ്പിച്ചു ഒരാൾ. ഇങ്ങനെ പോയാൽ നമ്മുടെ അവസ്ഥ കഷ്ടമാണ്. കഥകളില്ലാതെ ലോകം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ. ഇങ്ങനെ പല പല ആശയങ്ങളും വന്ന്, അപ്പോൾ അതൊരു മിടുക്കൻ കഥയുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ കഥ. ആ കഥ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, നമുക്ക് ഇയാളുടെ വയറ് കീറി അങ്ങ് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു ക്ലാസ് മുറി ഇങ്ങനെ, ഇപ്പം നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, ഒറ്റ ലൈറ്റും ഇല്ല, രാത്രിയാണ്, ഭയങ്കര ഇരുട്ടല്ലേ. അതുപോലത്തെ ഒരു ഇരുട്ടിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഞെരുങ്ങി ഒരു വാഗൺ ട്രാജഡി പോലെ ഇരിക്കുകയാണ് ഈ കഥകളൊക്കെ കൂടി തീരുമാനിച്ചു. ഇവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു, അവരതിൻ്റെ ഉള്ളിൽ നിന്ന് ഇയാളുടെ വയറ് നീളത്തിൽ അങ്ങോട്ട് കീറി. അയാളേതായാലും മരിക്കാൻ പോവാണ്, വയറ് നീളത്തിൽ അങ്ങ് കീറി കഴിഞ്ഞപ്പോൾ എന്താ, ക്ലാസ്സൊക്കെ വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങൾ വളരെ ക്യൂ നിന്നിട്ടൊക്കെ അച്ചടക്കത്തോടെയൊക്കെയാണ് പുറത്തേക്ക് പോണേ. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ക്ലാസ് വിട്ട് കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടി ഇടിച്ച് കയറി പോണ ആൾക്കാരാണ്. അതുപോലെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കഥകളൊക്കെ കൂടി തിക്കി തിരക്കി ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഓടി. പുറത്ത് കുറേ ആൾക്കാർ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണെന്നറിയോ, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള അമ്മമാർ, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള മുത്തശ്ശിമാർ, കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ, ഇവരൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുക. അപ്പോൾ ഈ പ്രേതകഥയും യക്ഷിക്കഥയും ചരിത്രകഥയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഓടിയിട്ട് ഇവരുടെയൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ചെന്ന് കയറി. അങ്ങനെ എല്ലാവരും കഥ അറിയുന്നവരായി മാറി, എല്ലാവരും എന്തുള്ളവരായി മാറി, കഥയുള്ളവരായി മാറി. ലോകത്തെ എല്ലാ അമ്മമാരുടെയും എല്ലാ മുത്തശ്ശിമാരുടെയും എല്ലാ കുട്ടികളുടെയും മനസ്സിലേക്ക് പലതരത്തിലുള്ള കഥകൾ വന്നു. ആ ആളുകളുണ്ടല്ലോ, അങ്ങനെ കഥകൾ കിട്ടിയവർ അവരുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു, അവരുടെ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തു, അവരുടെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു മുത്തശ്ശി, എൻ്റെ മുത്തശ്ശിക്ക് വേറൊരു മുത്തശ്ശി ഇതേപോലെ കഥ പറഞ്ഞു കൊടുത്തു. എൻ്റെ മുത്തശ്ശി എൻ്റെ അമ്മയ്ക്ക് ആ കഥ പറഞ്ഞു തന്നു, എൻ്റെ അമ്മ എനിക്ക് ആ കഥ പറഞ്ഞു തന്നു, ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തന്നു. എങ്ങനെയപ്പോൾ ആദ്യം കഥയുണ്ടായ കഥ മനസ്സിലായല്ലോ. അതിൻ്റെ ഒരു കുട്ടികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ്. ആ ആളുടെ രൂപം മാത്രം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അക്കുടവേറിൻ്റെ വയറ് കണ്ടോ, കണ്ടില്ലേ, കഥയുണ്ടായ കഥ. ഇനി നിങ്ങൾ ആര് ചോദിച്ചാലും കഥയുണ്ടായ കഥ അറിയില്ല എന്ന് പറയരുത്, അത് വളരെ പ്രധാനപ്പെട്ട കഥയാണ്. അതൊരു നല്ല കഥയല്ലേ, കഥയുണ്ടായ കഥ അതാണ്. അപ്പോൾ നമുക്ക് സാറ് കഥ അന്വേഷിച്ചു പോയ കഥയും ആദ്യത്തെ കഥ ഉണ്ടായ കഥയും നമുക്ക് വളരെ രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അങ്ങയുടെ കരിയർ നോക്കുന്ന സമയത്ത് ആദ്യം പത്രപ്രവർത്തകനായിരുന്നു, മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ വളരെ ചെറുതിലേ തന്നെ സാറ് എഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്നോട് ഇന്ന് സാറ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 വയസ്സുകാരൻ പറഞ്ഞതാണ്, സാറിനോടൊന്ന് ചോദിക്കണം, സാർ ആദ്യം കഥ എഴുതിയത് ഏത് പ്രായത്തിലാണെന്ന് അറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ലേ? അത് എന്ത് കഥയായിരുന്നു എന്ന് പറയണ്ടേ? സാറൊന്ന് പറയൂ. നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ നിന്ന് കുട്ടികളുടെ കഥ അനിമേഷനുകൾ കാണാം, കഥകൾ കാണാം, വീഡിയോ ദൃശ്യത്തോടു കൂടിയ കാണാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആകെ കഥ കേൾക്കുക, ആരെങ്കിലും പറഞ്ഞു തന്നാൽ കേൾക്കും, അല്ലെങ്കിൽ അന്ന് ഒരുപാട് ബാലമാസികകൾ ഉണ്ടായിരുന്ന കാലമാണ്. പൂമ്പാറ്റയും ഇന്നിപ്പോൾ ബാലഭൂമിയൊക്കെ ഇല്ലേ, അതുപോലെ ബാലരമയും ജനയുഗവും ബാലയുഗവും അമ്പിളിയമ്മാവനും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന കഥകൾ, അതൊന്നും എപ്പോഴൊന്നും വായിച്ചു തരാനുള്ള പൈസയൊന്നും വീട്ടിലില്ലായിരുന്നു. നമ്മളെല്ലാവരും കുട്ടികളൊക്കെ കൂടി എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി പുസ്തകമൊക്കെ വാങ്ങിച്ച് കഥ വായിക്കും. അങ്ങനെ കഥകൾ വായിച്ച് വന്നപ്പോൾ എനിക്കൊരു മോഹം തോന്നി,
എനിക്കൊരു കഥാകാരനാവണം എന്നൊക്കെ തോന്നി. എന്നിട്ട് കഥ ഇങ്ങനെ എഴുതുക. കഥ എഴുതാന്ന് വെച്ചാൽ ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ തന്നെ കുറുക്കനും പൂച്ചയും, ഇന്ന് ഹാരി പോട്ടർ പോലുള്ള ഒന്നുമില്ല. അന്നെല്ലാം ഇങ്ങനെ ഹിതോപദേശ കഥകൾ, ഗുണപാഠ കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, ഇങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ച് നമ്മളിങ്ങനെ മൃഗങ്ങളെയൊക്കെ വെച്ച് ഓരോ കഥകളൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ ബാലമാസികൾക്ക് അയക്കും. ഇന്നിപ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഫോൺ എടുക്കുക, കഥ എഴുതുക, എഡിറ്ററുടെ നമ്പറിലേക്ക് അയക്കാം, അല്ലെങ്കിൽ മെയിലിൽ അയക്കാം. എന്നാൽ ഒന്നും പറ്റില്ല. നമ്മൾ എഴുതുന്നത് പകർത്തി എഴുതിയിട്ട് കവറിലൊട്ടിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കണം. അന്നത്തെ രീതി അതാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാമ്പ് ഒട്ടിക്കണതിന് ആദ്യം കവർ വേണം. കവറിൽ ഒട്ടിക്കാൻ അന്ന് 35 പൈസയുടെ, 35 പൈസ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ പൈസയാണ്, 35 പൈസയുടെ സ്റ്റാമ്പ് വേണം. അപ്പോൾ ഈ സ്റ്റാമ്പൊക്കെ വാങ്ങി കഥകളൊക്കെ അയക്കും. ഇനി ഈ കഥ സ്വീകരിച്ചില്ലെങ്കിൽ തിരിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വേറൊരു കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ അഡ്രസ്സ് എഴുതി അയക്കണം. ഈ പൈസയൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ചെയ്യുക. ചില സ്റ്റാമ്പൊക്കെ സീൽ ചെയ്തിട്ടാണ് വരിക. സീല് പതിയാത്ത സ്റ്റാമ്പൊക്കെ നമ്മൾ പറിച്ചെടുക്കും. പിന്നെ നമ്മൾ കടലാസ് കൊണ്ട് സ്വന്തമായിട്ട് ചെറിയ കവറുകളൊക്കെ ഉണ്ടാക്കി അയക്കും. എന്നിട്ട് അയച്ചാൽ അങ്ങോട്ട് പോകണം, അതേ വേഗത്തിൽ അത് തിരിച്ചു വരും, ഒന്നും പ്രസിദ്ധീകരിച്ച് വരില്ല. അപ്പോൾ നമുക്ക് സങ്കടമാവും. എൻ്റെ പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, പോസ്റ്റ്മാൻ ഇതൊക്കെ കൊണ്ടുതരിക. പോസ്റ്റ്മാൻ എന്നെ കാണുമ്പോഴേ പറയും, ഇന്നും വന്നിട്ട് കേട്ടോ 2 തിരിച്ചെന്ന് പറയും. അങ്ങനെ ആകപ്പാടെ നാണക്കേടായി. പിന്നെ തിരിച്ചു വരാനുള്ള കവർ ഒട്ടിക്കാണ്ടായി. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അച്ചടിച്ച് വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അന്നിങ്ങനെ സിപ്പി വള്ളിപ്പുറം, അതുപോലെ തന്നെ സുമംഗല ചേച്ചി, കെ വി രാമനാഥൻ മാഷ്ടൊക്കെ രചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സുധകുമാരി ടീച്ചറൊക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന കാലമാണ്. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ലാലു ലീല എന്ന് പറയുന്ന മാസികയിൽ എൻ്റെ ഒരു കഥ അടിച്ചു വന്നു. ഞാൻ കൊടുത്തൊരു കഥ ചിത്രകഥയായിട്ട് വന്നു. ആ ചിത്രകഥയിൽ എൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്ന് തകഴി ശിവശങ്കരപ്പിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി കഥ എഴുതുമ്പോൾ അങ്ങനത്തെ ഒരു പേരൊക്കെ വേണമെന്ന് തോന്നി. ഞാൻ എൻ്റെ നാട് ചോറ്റാനിക്കരയാണ്, എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയാണ്. അപ്പോൾ ഞാൻ ചോറ്റാനിക്കര ശ്രീകുമാർ എന്നൊരു പേരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇത് അച്ചടിച്ച് വരുന്നത്. ആദ്യത്തെ കഥ അച്ചടിച്ച് വന്നത് കള്ളം കുടുങ്ങി എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരു കുറുക്കൻ മീൻ പിടിക്കാൻ പോയതോ അങ്ങനെ എന്തോ ആണ് കഥ, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് അച്ചടിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും കഥാകൃത്തായി മാറിയില്ലേ. ഞാൻ നാട്ടുകാരെയൊക്കെ കൊണ്ട് കാണിക്കാൻ തുടങ്ങി, എൻ്റെ കഥ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി ആദ്യത്തെ കഥ വന്നപ്പോൾ. പിന്നെ ബാലമാസികളിൽ സ്ഥിരമായിട്ട് എല്ലാ മാസികളിലും ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി. അന്ന് എഴുതുമ്പോൾ ചെറിയ പൈസയും കിട്ടും, മണി ഓർഡറായിട്ട് 10 രൂപ കിട്ടും. 10 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അന്ന് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ചോറ്റാനിക്കരയാണ്. അവിടെ നിന്ന് 24 കിലോമീറ്റർ ദൂരെയുള്ള എറണാകുളം ജില്ലയിൽ പോയി, എറണാകുളം ടൗണിൽ പോയിട്ട് അവിടെ നിന്നൊരു സിനിമ കണ്ട് ഒരു മസാല ദോശ കഴിച്ച് തിരിച്ച് വന്നാലും 2 രൂപ കയ്യിൽ ബാക്കി ഉണ്ടാവും. അന്നാണ് 10 രൂപ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയാണ്. 10 രൂപ, 15 രൂപ, 20 രൂപയൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ പേര് അത്യാവശ്യമൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചോറ്റാനിക്കര ശ്രീകുമാർ എന്നുള്ള പേര് കാണുന്നു ആൾക്കാർ, കൊള്ളാട്ടോ കഥ കണ്ടിട്ടുണ്ട്, വായിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കഥകൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് അടുത്തൊരു മാഷുണ്ട്, നാരായണൻ മാഷ് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, അതൊന്നും വലിയ കുഴപ്പമില്ല, വായിക്കാനൊക്കെ പറ്റും, പക്ഷേ നിൻ്റെ പേരൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു. പേര് മാറ്റണം. ഞാൻ എന്തിനാ മാഷ പേര് മാറ്റണേ, ഇപ്പോൾ ഇത്രയും കഥകളൊക്കെ ആയില്ലേ, ചോറ്റാനിക്കര ശ്രീകുമാർ എന്നുള്ള പേര് മാറ്റണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കാണുന്നത് വരെ ചോറ്റാനിക്കര ശ്രീകുമാർ എന്ന് കേട്ടാൽ ആൾക്കാർ വിചാരിക്കും ഗുരുവായൂർ കേശവൻ എന്നൊക്കെ. ഗുരുവായൂർ കേശവൻ ആരാ? ആനയല്ലേ. വൈക്കത്ത് തിരുനീലകണ്ഠൻ ആനയാണ്. എല്ലാ ക്ഷേത്രങ്ങളോട് ചേർന്നൊക്കെ ആനയുടെ പേരങ്ങനെയാണ് വരിക. അതുകൊണ്ട് ഒരു ആനയാൻ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്, എം ടി വാസുദേവനാരൊക്കെ എം ടി എന്നല്ലേ എഴുതുന്നുള്ളൂ, ഈ പേര് തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര് വെച്ച് എഴുതിയിട്ട് ഞാനങ്ങനെ ഡോക്ടർ കെ ശ്രീകുമാർ, പിന്നെ PhD കിട്ടിയപ്പോൾ ഡോക്ടറിനും കൂടെ ചേർത്തിട്ട് ഡോക്ടർ കെ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ ചെയ്യാം. അങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ ബാലമാസികളിലൊക്കെ ആദ്യം വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം. കഥ എഴുതും, കവിത എഴുതും, ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അന്ന്, ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ട് എല്ലാ മാസികളിലും വരികയും കുറേ കാശൊക്കെ കിട്ടുകയും ചെയ്യുന്ന ഒരു സമയത്ത് ആളുകൾ ബാലസാഹിത്യകാരൻ എന്നുള്ള നിലയിലൊക്കെ എന്നെ അറിയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സമയമാണ്. ഓക്കെ സർ, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളും വായിച്ചിട്ടുള്ളതാവാം. അദ്ദേഹം ഒരു പത്രവിതരണക്കാരനായ കുട്ടിയായിരുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സർ. അദ്ദേഹം ഈ പത്രവിതരണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതുപോലെ കുറച്ച് ബന്ധുക്കളുമൊക്കെ കൂടിയിരുന്ന് അവർ അന്നത്തെ പത്രത്തിൽ നിന്നും അന്നത്തെ വാർത്തകൾ ചർച്ച ചെയ്യും. അപ്പോൾ ആ ചർച്ചയിലൂടെ അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് വലുതാവുമ്പം ഇങ്ങനെയായി മാറണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ കാണണം, ഇന്ന ഇടത്ത് പോകണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വാർത്തകൾ അറിയാനായിട്ട് വായിക്കാനായിട്ട് ഒരുപാട് സ്രോതസ്സുകളുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ ഉള്ളിലെ ആ ഒരു അറിവിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ നമ്മുടെ വായനയെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പൻ ചെയ്ത് എടുക്കേണ്ടത്? വായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം അല്ലേ. നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യമായിരിക്കും വായിക്കാൻ അല്ലേ, സത്യം പറ അല്ലേ. പാഠപുസ്തകമല്ല, പാഠപുസ്തകം വായിക്കണം, പഠിക്കണം, മാർക്ക് കിട്ടണം, അത് കാരണം അല്ലാത്ത പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് ഇതിൽ?
അത്ര വലിയ ഭാഗ്യമാണ് ഇത്രയും പേരുണ്ടെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പണ്ടൊരു കഥയുണ്ട്. ഒരാൾക്കൊരു ഒരു കുതിര ഉണ്ടായിരുന്നു. ഈ കുതിര ഇയാൾക്ക് തോന്നി കുതിരയ്ക്ക് ദാഹിക്കുന്നുണ്ട്, കുതിരയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നി. കുതിര എന്ത് ചെയ്തു, ഇയാൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് പുഴയുടെ അടുത്തുകൊണ്ട് നിർത്തി, എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. കുതിര കുടിക്കണ്ടോ? ഇല്ല. അങ്ങനെ പറയും, കുതിര നമുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ കുടിക്കണം എന്നുണ്ടെങ്കിൽ കുതിരയ്ക്ക് തോന്നണം എന്ന് പറയും അല്ലേ. വായനയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കുറേ പുസ്തകങ്ങൾ കൊണ്ടൊക്കെ കാണിച്ചുകൊണ്ട് വയ്ക്കാം, വായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? പാഠപുസ്തകം വായിക്കണം, പഠിക്കണം, വേണ്ടേ? അല്ലാത്തുള്ള പുസ്തകങ്ങൾ വായന എന്ന് പറയുന്നത് നിങ്ങൾ എന്താക്കുന്നതാ? ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞുണ്ടായി. അതേ ദിവസം തന്നെ നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുവാവേ ഉണ്ടായി. ഒരു പൂച്ചക്കുഞ്ഞ് ഒരു കുഞ്ഞുവാവേ ഒരേ ദിവസം ഉണ്ടാവുകയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ പൂച്ചക്കുഞ്ഞിൻ്റെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറില്ല. ആഘോഷിക്കാറുണ്ടല്ലേ? അത് കുഴപ്പമില്ല. അല്ലാത്തത് മനുഷ്യ കുഞ്ഞിനെ നമ്മൾ ഭയങ്കരമായിട്ട് കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ 5ാമത്തെ ബർത്ത്ഡേ രണ്ടാക്കും വരികയാണ് അല്ലേ? പൂച്ച ആദ്യം എങ്ങനെയാണ് കരഞ്ഞിട്ടുണ്ടാവുക? പൂച്ച എങ്ങനെയാണ് കരഞ്ഞിട്ടുണ്ടാവുക? എങ്ങനെയാ? ബൗ ബൗന്ന യാവുന്ന കരയാ. കുട്ടി ആദ്യം കരഞ്ഞിട്ടുണ്ടാവുക എന്താ? ചെറിയ കുഞ്ഞുവാവ നമ്മൾക്കറിയാവുന്ന ഒരു കരച്ചിലല്ലേ കരഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ 5 വയസ്സോ 10 വയസ്സോ ആകുമ്പോഴേക്കും ഈ മനുഷ്യക്കുട്ടിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവും? അവൻ ഭാഷ പഠിക്കും, അക്ഷരം പഠിക്കും, വാക്ക് പഠിക്കും, വാക്യം പഠിക്കും, വായിക്കാൻ പഠിക്കും, പറയാൻ പഠിക്കും അല്ലേ? അത് വായനയിൽ നിന്നുണ്ടാവുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് നമ്മൾ വരുന്നത് ഈ പറഞ്ഞതുപോലെ വായനയിലൂടെയും എഴുത്തിലൂടെയും നമ്മൾ നേടുന്ന കാര്യങ്ങളാണ് അല്ലേ? ഞാൻ ഈ കഥ എഴുതുന്നൊന്നും ശൂന്യതയിൽ നിന്ന് എഴുതുന്ന കഥകളൊന്നുമല്ല. ഞാൻ എഴുതിയ കഥകൾ മുഴുവൻ ഞാൻ വായിച്ചതായിരിക്കാം, ഞാൻ കേട്ടതായിരിക്കാം, എനിക്ക് അനുഭവം ഉണ്ടാവുന്നതായിരിക്കാം. ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? ഒരു നല്ല മെമ്മറി കാർഡ്, ഭയങ്കര റാമൊക്കെ ഉള്ളൊരു മെമ്മറി കാർഡ് എൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായല്ലോ? ആ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെമ്മറി ഒരു സഞ്ചി എന്ന് വിചാരിച്ചാലും മതി, ഒരു ബാസ്ക്കറ്റ് എന്ന് വിചാരിച്ചാൽ മതി. ഈ കാണുന്ന മുഴുവൻ കാഴ്ചകളും നമ്മൾ അതിലിങ്ങനെ ശേഖരിച്ച് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ആക്രിക്കട എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ റോ മെറ്റീരിയൽസൊക്കെ കൂട്ടിയിടുന്ന അതുപോലെ ഇങ്ങനെ നമ്മൾ ശേഖരിച്ച് വെക്കുകയാണ്. ഞാനൊരു കഥ എഴുതാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കഥ എഴുതാതിരിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ വേണ്ടത് ഏതാണെന്ന് മാത്രം തിരഞ്ഞെടുത്തിട്ട് അത് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കഥ എഴുതുക. അത് എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയത്? ഒന്ന് ഞാൻ പഠിച്ച കാലത്തുള്ള കാര്യങ്ങളുണ്ട്, വായിച്ച കാര്യങ്ങളുണ്ട്, കേട്ട കാര്യങ്ങളുണ്ട്, അച്ഛനും അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, അധ്യാപകർ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ സ്വയം വായിച്ച് മനസ്സിലാക്കിയ കാരണങ്ങളുണ്ട് അല്ലേ? സ്വപ്നം കാണുക എന്നുള്ളൊരു വാക്കാണ് അബ്ദുൽ കലാം പറഞ്ഞേക്കണേ അല്ലേ? നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞത് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ സ്വപ്നം കാണലാണോ? ദിവാസ്വപ്നം എന്ന് പറയും. അതല്ല. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഇപ്പം എനിക്ക് എഴുത്തുകാരനാവണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് എഴുത്തുകാരനാവണമെന്ന് ലക്ഷ്യം ഉണ്ടായിരുന്നു. എഴുതാനാവുന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ എഴുതണം. എത്രയോ കഥകൾ അയച്ച് പ്രസിദ്ധീകരിച്ചിട്ട് വരാതിരുന്ന സമയത്ത് എന്ത് പറ്റി? അത് ഒരു തവണ അച്ചടിച്ച് വന്നു. അപ്പോൾ എൻ്റെ ആ ഒരു സ്വപ്നം പകുതി ഫലിച്ചു. പിന്നെ കൂടുതൽ പുസ്തകങ്ങൾ, ഇപ്പോൾ ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. 200ഓളം പുസ്തകങ്ങളുണ്ട്. ചെറിയ 30 പേജ് മുതൽ 3000 പേജ് വരെയുള്ള പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ എഴുതണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് പത്രപ്രവർത്തനത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. രാവിലെ 10 മണിക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ രാത്രി 1 മണിക്കൊക്കെ പോകുന്ന സമയത്ത്, അതിനുശേഷമുള്ള സമയത്താണ് ഈ കഥകളൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതിലൊരു രസമുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യത്തെ കഥ എനിക്ക് വരുന്നത് ഈ കുട്ടികളുടെ കഥയെല്ലാം നിർത്തിയതിന് ശേഷം ഞാൻ പഠിക്കാനൊക്കെ MA BA എല്ലാം കഴിഞ്ഞിട്ട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതണത്. രാത്രിയാണ് ഞങ്ങൾക്ക് ജോലി. നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ പകലൊക്കെ ഗംഭീരമായിട്ട് ഉണർന്നിരിക്കുകയും രാത്രി കിടന്നുറങ്ങുകയും ചെയ്യല്ലേ. ഞങ്ങൾ പകൽ കിടന്നുറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുകയും ചെയ്യുന്ന തരം വിചിത്ര ജീവികളാണ് ഈ പത്രക്കാരെന്ന് പറയണത്. അപ്പോൾ ആ സമയത്ത് രാവിലെ ഒരു 3 മണിക്ക് ജോലിയൊക്കെ കഴിയും. ഞാൻ താമസിച്ചിടത്തേക്ക് എനിക്ക് പോകണമെങ്കിൽ 7 മണിയാവണം ബസ് കിട്ടണമെങ്കിൽ. ആ സമയത്ത് ഞാനിരുന്ന് വാർത്ത എഴുതുന്ന പേപ്പറിൽ ഞാനൊരു കഥ എഴുതിയുണ്ടാക്കി, ഒരു മുത്തശ്ശിയും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ, ഉണ്ണിയായേയും പൊന്നു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട്. അതാണ് DC ബുക്സാണ് അത് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ പുസ്തകം 1994 അത് പ്രസിദ്ധീകരിച്ച് വരുന്നത്. ഇപ്പം എത്രയായി? എത്ര വർഷമായി? 94 കഴിഞ്ഞാൽ എത്ര വർഷമായി? 94 കഴിഞ്ഞാൽ 20 കൊല്ലം. 94 30 കൊല്ലമായില്ലേ? 30 കൊല്ലമായി. നിങ്ങൾ പറഞ്ഞാൽ അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ 20 എന്ന് ചോദിച്ചേ. 30 കൊല്ലം കൊണ്ടാണ് ഞാൻ ഈ 200 പുസ്തകങ്ങൾ എഴുതിയത്. അപ്പം ഞാനെന്താ, എൻ്റെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലല്ലേ? വേറെ രസം ഉണ്ടായി. ഞാനിപ്പോൾ വായനയിലേക്ക് കൂടെ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഒരു കണയന്നൂർ ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത്. പുസ്തകമൊന്നും കാശ് കൊടുത്ത് വാങ്ങിത്തരാനുള്ള അവസ്ഥ അച്ഛനും അമ്മയ്ക്കൊന്നും ടീച്ചർമാരായിട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി ഞാൻ ആദ്യം ഒരു C ക്ലാസ് മെമ്പർഷിപ്പ് എടുത്തു. എന്നിട്ട് 1.25 രൂപ മാസം കൊടുത്തിട്ട്, വരിസംഖ്യ കൊടുത്തിട്ടാണ്, അന്നത്തെ പൈസയാണേ,
ഈ പുസ്തകം എടുക്കുന്നത്. ആദ്യം ഞാൻ എടുത്ത പുസ്തകം ഏതാണെന്നറിയോ? അതിൻ്റെ ടൈറ്റിൽ പറഞ്ഞാൽ അത് ആരാ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? മാണിക്യക്കല്ല്. മാണിക്യക്കല്ല്. MT വാസുദേവൻ നായർ. ഉത്തരം പറഞ്ഞ ആരാ പറഞ്ഞേ? ആ, ഈ പുസ്തകം നിനക്കുള്ള കേട്ടോ. MT വാസുദേവൻ നായർ കുട്ടികൾക്ക് വേണ്ടി വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. മാണിക്യക്കല്ല്, തന്ത്രക്കാരി, ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന 3 പുസ്തകങ്ങളാണ്. വരദ. അപ്പോൾ MT വാസുദേവൻ നായരുടെ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ ആരെ അറിയുന്നതല്ല, MT അന്ന് വളരെ പേരുള്ള എഴുത്തുകാരനാണ്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടൊരു പോസ്റ്റ് കാർഡ് വാങ്ങി. നിങ്ങൾ പോസ്റ്റ് കാർഡ് കണ്ടിട്ടില്ലല്ലോ? കാർഡ് കണ്ടിട്ടുണ്ടോ? 15 പൈസയാണ് അന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ. എന്നിട്ട് അതിൽ ഞാനൊരു കത്തെഴുതി, പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ സാറിൻ്റെ മാണിക്യക്കല്ല് ഞാൻ വായിച്ചു, എനിക്ക് ഇഷ്ടമായി, മറുപടി അയക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു കത്തയച്ചു. കൊണ്ട് പോസ്റ്റ് ബോക്സിലിട്ടു. എന്നിട്ടൊരു ചേച്ചിയുണ്ട് പോസ്റ്റ് ഓഫീസിൽ. ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വല്ലപ്പോഴും ചില സ്റ്റാമ്പൊക്കെ എനിക്ക് തരും. ഈ എൻ്റെ കഥകളൊക്കെ പോണത് ആ ചേച്ചി വഴിയാണ്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ MTക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, മറുപടി എപ്പോഴാണ് കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇവിടുന്ന് കോഴിക്കോട് വരെ ആ കത്ത് ചെല്ലാൻ 3 ദിവസം വേണം, തിരിച്ച് മറുപടി കിട്ടാൻ 3 ദിവസം വേണം. പിന്നെ MT അല്ലേ, നമുക്കൊരു 2 ദിവസം മറുപടി എഴുതാൻ സമയം കൊടുക്കണമല്ലോ, ഒരു 7-8 ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ചെന്നിട്ട് എല്ലാ പിള്ളേരോടും പറഞ്ഞു, ഞാൻ MTക്ക് കത്ത് എഴുതിയിട്ടുണ്ട്, മറുപടി വരും, നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ദിവസം എണ്ണാൻ തുടങ്ങി. ഒരു ദിവസമായി, ഒരാഴ്ചയായി, ഒരു മാസമായി, 1 വർഷമായി, 10 വർഷമായി, 20 വർഷമായി, ഇപ്പോൾ 2024 ഇതുവരെ അതിൻ്റെ മറുപടി കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, എവിടെയാണ് നിൻ്റെ MTയുടെ കത്തെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉരുണ്ട് അത് തീർന്നു. അതല്ല കാര്യം. അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ വായന തുടരുകയാണ്. കുട്ടികളുടെ പുസ്തകങ്ങൾ വായിക്കുകയാണ്. ഏവൂർ പരമേശ്വരൻ്റെ പുസ്തകം, സുമംഗല ചേച്ചിയുടെ പുസ്തകം, സിപ്പി വള്ളിപ്പുറത്തിൻ്റെ പുസ്തകം, ശിവദാസ് സാറിൻ്റെ പുസ്തകം, കാരൂരിൻ്റെ പുസ്തകം, ബഷീറിൻ്റെ പുസ്തകം, അങ്ങനെ ബാലസാഹിത്യം വായിച്ചു കഴിഞ്ഞിട്ട് കഥകളിലേക്കും നോവലുകളിലേക്കും, ഡിറ്റക്റ്റീവ് നോവലുകൾ അന്ന് ഭയങ്കരമായിരുന്നു, ഈ കുറ്റാന്വേഷണ നോവലുകൾ, ഇതൊക്കെ ഒരുപാട് വായിച്ച ആ വായനശാലയിലെ പുസ്തകങ്ങളെല്ലാം ഏതാണ്ട് 2-3 കൊല്ലം കൊണ്ട് ഞാൻ വായിച്ച് തീർത്തു. അതെങ്ങനെയാണ് ഗുണം ചെയ്തതെന്നറിയോ? അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം പഠിക്കാൻ പോയി. ജേർണലിസം പഠിക്കാൻ പോയിട്ട് ഞാൻ മാതൃഭൂമിയിലെ ജോലിക്കാരനായിട്ട് മദ്രാസിൽ വരും ആദ്യം. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് സെഷനിൽ വന്നിട്ട് ഞാൻ മാതൃഭൂമി കോഴിക്കോട് എത്തുകയാണ്. കോഴിക്കോട് എത്തി 1 വർഷം അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ ന്യൂസ് സെൻറ്റർ പറഞ്ഞു, ഇനി നിന്നെ ഇവിടെ വേണ്ട, നീ പോയിട്ട് ആഴ്ചപ്പതിപ്പിൽ ഇരുന്നോളാൻ പറഞ്ഞു. ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്റർ ആരാന്നറിയോ? MT വാസുദേവൻ നായർ. ഞാൻ അയച്ച കത്തയച്ചിട്ട് മറുപടി വരാത്ത MT വാസുദേവൻ നായരാണ് അവിടെ ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് MTയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടും MT ആദ്യമായിട്ട് കാണുന്നത് എന്നെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ പോയി എന്നിട്ട് സാറിനോട് പറഞ്ഞു, എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞു അവിടെ ഇരുന്നോളൂ, എന്നിട്ട് കവിതകൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ 7 കൊല്ലത്തോളം ഞാൻ ഇരിക്കുന്ന മുറിയുടെ മുമ്പിൽ കൂടിയാണ് MT സാർ ഓഫീസിൽ വരികയും പോവുകയും ചെയ്യുന്നത്. എല്ലാ ദിവസവും ആഴ്ചപ്പതിപ്പുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്നും MTയെ കാണും. ഒന്ന് ആലോചിച്ച് നോക്കണേ, എറണാകുളം ജില്ലയുടെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് MTക്ക് കത്തെഴുതിയ ഞാൻ ഈ വായനയുടെ ബലത്തിൽ, എഴുത്തിൻ്റെ ബലത്തിൽ, പത്രത്തിലുള്ള താല്പര്യത്തിൻ്റെ ബലത്തിൽ ഞാൻ MT സാറിൻ്റെ അടുത്ത് എത്തുകയാണ്. അതൊരു വലിയ കാര്യമല്ലേ? അതിനുശേഷം 7 വർഷം സാറിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാറ് മാതൃഭൂമിയിൽ നിന്ന് പോയി, ഞാനും മാതൃഭൂമിയിൽ നിന്ന് പോയി. ഇപ്പം ഞാൻ സാറ് ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇപ്പോഴും അദ്ദേഹത്തെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ, സാർ അധികം സംസാരിക്കുകയൊന്നുമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഒരു ദിവസം ഞാനും സാറും മാത്രമുള്ളപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, സാർ ഞാൻ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സാറിനൊരു കത്ത് അയച്ചിരുന്നു, അതിന് മറുപടി ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചിരി മാത്രമാണ് മറുപടി ഉണ്ടായത്. ആ വായനശാലയിലെ പുസ്തകങ്ങളും അക്ഷരങ്ങളും വായനയും MT എന്ന വിശ്വോത്തരമായ എഴുത്തുകാരൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇന്നും ദിവസവും കാണുകയും സംസാരിക്കുകയും ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ ഉത്സവം സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വായിക്കാതിരുന്നെങ്കിൽ, എഴുതാതിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഒരു സൗഭാഗ്യം കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വലിയൊരാളാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു സാധ്യതകൾ നിങ്ങളെ കൊണ്ടു നിർത്തിയിട്ട് പുസ്തക കൂമ്പാരത്തിൻ്റെ അടുത്ത് നിങ്ങളെ കൊണ്ടു നിർത്തും. അതിൽ നിന്ന് എടുക്കണോ മറിച്ച് നോക്കണോ വായിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വായിച്ചില്ലെങ്കിൽ ആരും ഒന്നും പറയില്ല. വായിച്ചാൽ എന്തോ ആവും, വായിച്ചില്ലെങ്കിൽ എന്തോ ആവും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടില്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. വളയും വിളയും. വളയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ നിങ്ങൾ? ഇല്ല. എല്ലാവരും വിളയാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? വളഞ്ഞു നടക്കാൻ ആർക്കും ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വായനയെക്കൂടെ എന്താവണം? നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, കഥയുള്ളവരാകണം അല്ലേ? ഈ വായനയുടെ ജീവിതത്തിൻ്റെയൊക്കെ ലക്ഷ്യം കഥയുള്ളവരാവുക എന്നുള്ളതാണ്. അല്ലാണ്ട് കുറേ പുസ്തകം വായിച്ച് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ വായിച്ചു നിന്ന് കിട്ടുന്ന ആശയങ്ങൾ സമൂഹത്തിന്, വയ്യാത്തയാൾക്ക്, സങ്കടപ്പെടുന്ന ആൾക്ക് ഒക്കെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടാം, അങ്ങനെ ചിന്തിച്ചവരാണ് മാതൃകാപുരുഷന്മാർ.
കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വലിയ കച്ചവടമൊക്കെ നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടായി, വലിയ വീട് പണിത് മാളിക പണിത് കാറ് വാങ്ങി സുഖമായിട്ട് ജീവിച്ച് മരിച്ചുപോയ ആൾക്കാർ ഒരുപാടുണ്ട്. അവരെയൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ അറിയുന്ന ആരൊക്കെയാ? മുഹമ്മദ് നബി അറിയുന്നു, ശ്രീകൃഷ്ണനെ അറിയുന്നു, അബ്ദുൽ കലാമിനെ അറിയുന്നു, ഗാന്ധിജി അറിയുന്നു, നെഹ്റുവിനെ അറിയുന്നു, മദർ തെരേസ അറിയുന്നു. എന്തുകൊണ്ടാണ്? അവർ സ്വന്തം ജീവിത സുഖം നോക്കുകയല്ല ചെയ്തത്, സ്വന്തം ജീവിതം മുഴുവൻ സമൂഹത്തിലെ അശരണർക്കും ദുഃഖിതർക്കും വേണ്ടി മാറ്റിവെച്ചു എന്നിടത്താണ് അവരുടെ ജീവിത വിജയം. അങ്ങനെ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ് ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷ്യം. പഠിക്കണം, മാർക്ക് വാങ്ങണം, ജോലി കിട്ടണമൊക്കെ വേറെ കാര്യം. എന്നിട്ട് ലോകത്തെ പുറത്താക്കി വാതിലടക്കിയല്ല വേണ്ടത്. ലോകത്തെ നമ്മൾ മുഴുവൻ വയറ് നിറയാതിൻ്റെ പകരം കുറച്ച് വയറ് നിറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ഭക്ഷണം കൊണ്ട് ഇല്ലാത്ത ഒരാളുടെ സങ്കടം മാറ്റാൻ, കണ്ണീര് തുടയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. വായന നമ്മെ കൊണ്ടെത്തിക്കുന്നത് മഹത്തായ ഈ മാനവിക ലക്ഷ്യത്തിലേക്കാണ്. സർ, നമ്മൾ ഈ വായന എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു വാക്കായിട്ടാണ് ചിലപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കേട്ടോ കുറച്ച് കൈകൾ പൊങ്ങുന്നുണ്ട്, ചിലപ്പോൾ കൈ താത്തിടും. പക്ഷേ നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും വായിക്കുന്നവരാണല്ലേ. അപ്പോൾ വായന എന്ന് പൊതുവേ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇമേജ് ഒരു പുസ്തകം എടുക്കുക, അതിനെ വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർ, ഇന്നിപ്പം നമ്മൾ കഥകൾ കേൾക്കുക, ഇയർ റീഡിങ്, നമ്മൾ കണ്ടുകൊണ്ട് മാത്രമല്ല നമ്മുടെ കാതുകൊണ്ട് വായിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവം, ഒരു കടയിൽ ഞാൻ ചിപ്സ് വാങ്ങിക്കാൻ പോയി. ചിപ്സിൻ്റെ പാക്കറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ പുറകിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാടൻ കപ്പ എവിടെ നിന്നാണ് ഇവിടെ എത്തിയെന്നുള്ള കഥ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വായിക്കാനായിട്ട് പുസ്തകങ്ങൾ മാത്രമല്ല, വായന പലയിടത്തു നിന്ന് നമുക്ക് വരുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് കൂടി സാറിൻ്റെ ഒരു അഭിപ്രായം. അത് വായന എന്ന് പറയുന്നത് പുസ്തക വായന എന്ന് നമ്മൾ ചുരുക്കേണ്ട ആവശ്യമേ ഇല്ല. ജീവിതത്തെ വായിക്കലാണ് വായന. അതിന് നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ ബസ്സിൽ കയറുകയാണ്, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ പല കഥകളുമൊക്കെ വായിച്ചിട്ടുണ്ട്, പല കഥകളുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കയറിയിട്ട് കുറച്ച് സീറ്റേ ഉള്ളൂ, പലപ്പോഴും കുട്ടികളെയൊക്കെ മാറ്റി നിർത്തും ബസ്സുകാർ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന ബസ്സിൽ ഒരു 2-3 സീറ്റേ ബാക്കിയുള്ളൂ, പുറത്ത് ഒരു 20 പേര് കയറാൻ നിൽക്കുന്നുണ്ട്. തടിമിടുക്കുള്ള കയ്യൂക്കുള്ള 3 പേർക്ക് സീറ്റ് കിട്ടും അല്ലേ? ആദ്യം ഇടിച്ച് കയറുന്നു, സീറ്റ് കിട്ടും. സീറ്റ് കിട്ടി ഞാനൊരു സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു അമ്മ കയറി വരിക എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കുമോ? 2 രീതിയിൽ നമുക്ക് 2 ഓപ്ഷൻ നമുക്കുണ്ട്. എന്താ? ഒന്ന്, ഞാൻ എൻ്റെ ഒരു കയ്യൂക്കൊണ്ട് ഞാൻ കയറി പിടിച്ച സീറ്റാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ തീരുമാനിക്കാം. രണ്ടാമത് തീരുമാനിക്കുന്ന, ഒന്ന് കണ്ണില്ലാത്ത ഒരാൾ, എനിക്ക് കാഴ്ച കാണാൻ പറ്റും, കണ്ണില്ലാത്ത ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എണീറ്റ് കൊടുക്കാം. ഒരു കുഞ്ഞിനെ കൊണ്ട് വരുന്ന അമ്മ, ആ അമ്മയ്ക്ക് അവിടെ ആ തിരക്കിൽ നിൽക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ മറ്റൊന്നുകൂടി ആലോചിക്കാം, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, കുഞ്ഞുവാവയായിരുന്നപ്പോൾ എന്നെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ ആരെങ്കിലും എഴുന്നേറ്റ് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് കൊടുക്കാം. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്, എഴുന്നേറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ വായനയിലൂടെ, ജീവിതത്തിൻ്റെ വായനയിലൂടെ, പുസ്തക വായന എന്ന് ഞാൻ ചുരുക്കുന്നില്ല, വായന പല രീതിയിലേക്ക് പോകുന്നു. ജീവിതത്തിൻ്റെ വായനയിലൂടെ, പഠിച്ച കഥകളുടെ ആശയങ്ങളിലൂടെ നിങ്ങൾക്ക് എഴുന്നേറ്റ് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന് അർഹതയായിട്ടുള്ള ആളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഓപ്ഷനാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കരച്ചിലേക്ക്, ഒരു മനുഷ്യൻ്റെ കരച്ചിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി. എൻ്റെ അച്ഛനല്ല, എൻ്റെ ചേട്ടനല്ല, അനിയനല്ല, അനിയത്തിയല്ല, അമ്മയല്ല, ബന്ധുക്കൾ ആരുമല്ല, ചങ്ങാതിമാരുമല്ല, പിന്നെ നമുക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു പോവാം. പക്ഷേ കേട്ടതൊരു മനുഷ്യൻ്റെ കരച്ചിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞു നിന്ന് വീണ് കിടക്കുന്ന ആളെ കൈ കൊടുത്തൊന്ന് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യൻ എന്നുള്ളതാണ്, നിങ്ങൾ നല്ലൊരു വായനക്കാരിയാണ്. എന്ത് വായനക്കാരി? ജീവിതത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, മാനവീയതയുടെ നല്ലൊരു വായനക്കാരിയാണെന്നുള്ള. ഒരു കരിക്കുലത്തിലും ഒരു സിലബസിലും ഇത് പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അതാണ്. നിങ്ങൾക്ക് ഒരുപാട് വായനയുടെ സാധ്യതകളുണ്ട്. ഞാൻ വായനയുടെ പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഞാനൊരു ദിവസം എറണാകുളത്തേക്ക് ട്രെയിനിൽ വരിക കോഴിക്കോട് നിന്ന്. അപ്പോൾ എൻ്റെ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളാണ്. എൻ്റെ അടുത്തൊരു സ്ത്രീ, ഒരു 80 വയസ്സോളം വരുന്ന സ്ത്രീയാണ്. ഒരു കാഷായ വസ്ത്രം, സാരി ധരിച്ചിട്ടിരിക്കുകയാണ്. രുദ്രാക്ഷമാല കഴുത്തിലുണ്ട്. കയ്യിലൊരു ഇ റീഡർ ഉണ്ട്. ഈ റീഡറിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലൊരു രുദ്രാക്ഷമാല ഇങ്ങനെ ഭക്തി പരസ്പരം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ നാരായണിയോ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ വായനക്കാരനല്ല എന്നുള്ളൊരു അഹങ്കാരത്തോട് ഞാൻ മാറിയിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് ബാത്റൂമിലൊറ്റ പോകുമ്പോൾ ബാഗ് ഇവിടെ വച്ചിട്ടൊന്ന് നോക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു പരിചയം വെച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്താണ് വായിക്കണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നു പറഞ്ഞു. 76 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്.
അതുമാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവരുടെ മകൻ ഇവർ പറയുന്നതനുസരിച്ച് മലയാളത്തിൽ ഇറങ്ങുന്ന മാതൃഭൂമിയുടെയും DC-യുടെയുമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയും KR മീരയുടെ പുസ്തകവും ഇന്ദു മേനോൻ്റെ പുസ്തകവും E സന്തോഷ് കുമാറിൻ്റെ പുസ്തകവും സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകവും K രേഖയുടെ പുസ്തകവും ഒക്കെ ഇവർ വായിക്കുക മാത്രമല്ല അതിനെ വളരെ നിശിതമായിട്ട് അതിനെപ്പറ്റി വിലയിരുത്തി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാനാകെ എൻ്റെ ഒരു മുൻവിധി മുഴുവൻ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് വായനയ്ക്ക് പ്രായങ്ങളൊന്നുമില്ല, ഏത് പ്രായത്തിലും വായിക്കാം, ചെറിയ പ്രായത്തിലേ വായിക്കാവൂ. കുറച്ച് വലുതായി കഴിയുമ്പോൾ കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പ്രായമായി കഴിയുമ്പോൾ വായിക്കാൻ. അങ്ങനെയുള്ളവർക്ക് കേൾക്കാൻ ഇപ്പോൾ ഈ മറ്റേ ഓഡിയോ ബുക്കുകൾ വരുന്നുണ്ട്. ഓഡിയോ ബുക്കുകളെ ഒന്നും നമ്മൾ തള്ളി പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഓഡിയോ ബുക്ക് വന്നത് C രാധാകൃഷ്ണൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകം നോവൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പരസ്യമൊക്കെ ചെയ്തു, പക്ഷേ വിറ്റുപോയില്ല. അത് ഓഡിയോ കാസറ്റായിട്ട് ഇറങ്ങിയ സമയമാണ്. കാരണം മലയാളി അങ്ങനെ ശീലിച്ചിരുന്നില്ല. ഇന്നങ്ങനെയല്ല. എൻ്റെ വീട്ടിൽ 4000 പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ഒരു റീഡർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ 4000 പുസ്തകങ്ങളും ഈ ഒരു ചതുരക്കട്ടയിലേക്ക് ഒതുക്കാൻ പറ്റും. വേണ്ടാത്തത് ഒഴിവാക്കിയിട്ട് പുതിയത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് സൂം ചെയ്തിട്ട് വായിക്കാൻ പറ്റും. അതുകൊണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് വായന എന്ന് പറഞ്ഞാൽ പുസ്തകമാകുന്നത് ഞാൻ ശീലിച്ചത് അതുകൊണ്ടാണ്. പുസ്തകം എടുത്ത് വയ്ക്കുക, കസേരയിലിരിക്കുക, അത് വിടർത്തുക, ആ പുസ്തകത്തിൻ്റെ ഒരു മണം ആസ്വദിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയ. നിങ്ങൾക്കതൊന്നുമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യനല്ലാതിരിക്കുക എന്നതിന് ഉദാഹരണമാണ്. അതേസമയം തന്നെ പത്രങ്ങളിൽ നിന്ന് ആനുകാലികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നത് ശേഖരിക്കുക. എഴുത്തുകാരനാവാൻ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് ആവശ്യമുള്ള പൗരനാവാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യനാകാതിരിക്കുക, വായിക്കുക എന്ന് പറയുന്നത് മനുഷ്യനാവുക എന്നുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായും. അപ്പം നല്ല മനുഷ്യനാകാൻ വേണ്ടി നമ്മൾ ഉറപ്പായും വായിക്കണം, അല്ലേ സർ? ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, രസകരമായിട്ടുള്ള ഗ്രാഫിക് നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഡേവ് പിൽക്കി എന്ന് പറയുന്ന ഒരു ഓഥറുണ്ട്. ക്യാപ്റ്റൻ അണ്ടർ പാൻസ്, ക്യാറ്റ് കിഡ് കോമിക് ക്ലബ്, ഇത്തരം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വളർന്നപ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ അദ്ദേഹം എഴുതുന്നത് 8 വയസ്സുള്ളപ്പോഴാണ്. ഈ കഥയിൽ മുഴുവൻ അക്ഷരങ്ങളും തെറ്റായിരുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പലതരം കഥകളുണ്ടാവും. എല്ലാവർക്കും എഴുതണമെന്ന ആഗ്രഹമുണ്ടാവും. പക്ഷേ സ്കൂളിൽ ഇപ്പോൾ ഒരു കഥാമത്സരമോ ഒരു കവിതാ മത്സരമോ ഒക്കെ നടത്തിയാൽ പലപ്പോഴും നല്ല അക്ഷരമുള്ളവരും നന്നായി അക്ഷരം എഴുതാൻ അറിയാവുന്നവരും സ്പെല്ലിംഗ് അറിയാവുന്നവരും ഒക്കെ ആയിരിക്കും അതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളും. പക്ഷെ ഡേവ് പിൽക്കി പറഞ്ഞ എനിക്കേറെ മതിപ്പ് തോന്നിയ ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും സ്പെല്ലിങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈയക്ഷരത്തിൻ്റെ ഭംഗിയുടെ ഇടയിൽ നിങ്ങളുടെ ആശയങ്ങളെ തളച്ചിടരുത് എന്നാണ്. അതിനെക്കുറിച്ച് സാറിന് എന്താണ്, 100-ലേറെ പുസ്തകങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ശ്രീകുമാർ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എഴുതുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഗിഫ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും എഴുതാൻ കഴിയണം എന്നില്ല. ഞാൻ പറയുന്നത് എല്ലാവരും എഴുത്തുകാരാവേണ്ടതില്ല എന്ന് തന്നെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് വായന എന്ന് പറയുന്നത്. എല്ലാവരും എഴുത്തുകാരായ എന്താ പ്രശ്നം? വായിക്കാൻ ആളില്ലാതായി പോകും. ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ എല്ലാവരും പഠിച്ച് ഡോക്ടർമാരായി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും തൊഴിൽ രഹിതരാകുന്ന ആൾക്കാർ ഡോക്ടർമാരായിരിക്കും. അസുഖം വരുമ്പോൾ സ്വയം മരുന്നെഴുതും, സ്വയം വാങ്ങി കഴിക്കും, വേറെ ആരും അങ്ങോട്ട് വരികയില്ല. എല്ലാവരും ഡോക്ടർമാരാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹം എന്ന് പറയുന്നത് കുറച്ച് ഡോക്ടർമാരും കൂടുതൽ രോഗികളുള്ള സമൂഹമാണ്. അതുപോലെ തന്നെ വായനക്കാർ കൂടുതലുള്ളതും എഴുത്തുകാർ കുറവുള്ളൂ. അല്ലെങ്കിൽ എഴുത്ത് വായിക്കാൻ ആരെങ്കിലും വേണ്ടേ, എന്നിട്ടല്ലേ എഴുതിയിട്ട് കാര്യമുള്ളൂ. പിന്നെ എഴുത്തിനേക്കാൾ വിഷമമുള്ളൊരു കാര്യമാണ്, എഴുത്തിനേക്കാൾ വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല വായനക്കാരനാവുക എന്ന് പറഞ്ഞിട്ട്. ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, അല്ല ഒരു വലിയ വായനക്കാരൻ കോഴിക്കോടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മരിച്ചിട്ടിപ്പോൾ കുറച്ച് കൊല്ലമായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അലമാരി നിറയെ പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ വായനയുടെ അത്ഭുതം ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയാം. എനിക്കൊരു കാര്യത്തിൽ സംശയം വന്നു. ആ സംശയം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്, അദ്ദേഹം നല്ല പ്രായമായ സമയമാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് കാണാൻ വരുന്നുണ്ട്, എനിക്ക് ഇന്ന ഒരു സംശയം തീർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞത്, അത് എൻ്റെ വീട്ടിൻ്റെ 2ാം നിലയിലെ 7ാമത്തെ മുറിയിലെ 4ാമത്തെ പുസ്തക അലമാരിയുടെ 3ാമത്തെ തട്ടിലെ 9ാമത്തെ പുസ്തകം എടുത്ത് അതിൻ്റെ 36ാമത്തെ പേജ് വായിച്ചാൽ നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കാല് തൊട്ടുപോയി ആ മനുഷ്യൻ്റെ. ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ളൊരു അഹങ്കാരത്തിലൊക്കെ ചെല്ലുകയാണ്.
ഇത് ആലോചിച്ച് നോക്കണം. ഇത്രയും പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങൾ അവിടെയുണ്ട്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പഠിച്ചു വച്ച ഒരു വലിയ എഴുത്തുകാരൻ. അതുകൊണ്ട് എഴുത്തുകാരനെ കുറച്ച് പേർക്കാവാം. അതിനൊരു നേരത്തെ പറഞ്ഞതുപോലെ എഴുതാനുള്ള ഒരു വലിയൊരു വാസന നമുക്കുണ്ടാവണം, എഴുതാനുള്ള ഭാഷാ പ്രാവീണ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് മത്സരങ്ങളിലെ എഴുത്തൊന്നും എഴുത്തല്ല കേട്ടോ. മത്സരങ്ങൾ നമ്മൾ സ്കൂളിലൊക്കെ എഴുതും, നമ്മളൊരു ട്രോഫിയൊക്കെ വാങ്ങും, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങും, ഒരു ക്യാഷ് അവാർഡൊക്കെ വാങ്ങും. അതൊക്കെ തട്ടിപ്പാണ്. ഞാൻ എൻ്റെ കവിതാ മത്സരങ്ങളൊക്കെ പണ്ട് ചേർന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതാരചനാ മത്സരത്തിനൊക്കെ ചേരും. നേരത്തെ കുറേ വരികളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഈ തരുന്ന വിഷയമുണ്ടല്ലോ, വിശപ്പെന്നാണ് വിഷയം തരുന്നെങ്കിൽ അതിൻ്റെ ഒരു 4 വരി ഉണ്ടാക്കിയിട്ട് അത് ഇതും കൂടെ, അതൊന്നും കവിതയല്ല, അതൊക്കെ നമ്മൾ ഏച്ച് കെട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ടീച്ചർ പറയുന്ന 1 മണിക്കൂർ കൊണ്ടൊന്നും ഒരു കവിത എഴുതി കൊടുക്കാൻ പറ്റില്ല. കവിത എഴുതാൻ നമുക്ക് എപ്പോൾ തോന്നുന്നോ. ചില പുസ്തകമൊക്കെ ഞാൻ എഴുതിയിട്ട് അതിൻ്റെ തലക്കെട്ടിട്ട് ആലോചിച്ച് ദിവസങ്ങളോളം കിടന്നിട്ട് 2 മണിക്കൊക്കെ ചാടി എണീറ്റ് എനിക്ക് തലക്കെട്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടാൽ നമുക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എഴുത്തിൻ്റേതായ ഒരു സമയവും അതിൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ വേണം. പക്ഷേ വായനയ്ക്ക് അതൊന്നും വേണ്ട. വായന നമുക്ക് എപ്പോൾ വായിക്കാൻ തോന്നണോ, നല്ല കൃതി. ആ വായനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല കൃതികൾ തിരഞ്ഞെടുത്ത് വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുത്തുകാരായില്ല എന്നതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. വായനക്കാരായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിഷമിച്ചേ പറ്റൂ. എഴുത്തിനേക്കാൾ പ്രധാനമാണ് വായന. എഴുത്തുകാരനാവുന്നതിനേക്കാൾ മഹനീയമാണ്, ഉദാത്തമാണ് വായനക്കാരനാവുക എന്ന് പറയുന്നത്. സാർ നേരത്തെ പറഞ്ഞു, സാർ ചില കഥകൾ എഴുതിയിട്ട് അതിൻ്റെ തലക്കെട്ടിന് വേണ്ടി ഒരുപാട് സമയം ആലോചിച്ചിരിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സാറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വെട്ടിത്തിരുത്തലുകളൊന്നും ഉണ്ടാവാറില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് സാർ എപ്പോഴും എഴുതുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണ്? അത് പത്രപ്രവർത്തനത്തിന്, മാതൃഭൂമിയോടും പത്രപ്രവർത്തനത്തോടാണ് ഞാൻ അതിന് ഈ എഴുത്തിൻ്റെ എഴുത്ത് നമ്മൾ വളരെ ക്രിയാത്മകമാണ്, ക്രിയേറ്റീവാണെന്നൊക്കെ പറയും, കുറേയൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ 3000 പേജുള്ളൊരു പുസ്തകം ഞാൻ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉള്ളിൽ ഒരു എഡിറ്ററാണ് പ്രവർത്തിക്കുന്നത്. ഒരു പേജ് ഞാൻ എഴുതുമ്പോൾ അതിൽ എന്ത് എഴുതണം എന്നുള്ളത് എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ എഡിറ്റ് ചെയ്യുക. ആദ്യമൊക്കെ 2-3 പ്രാവശ്യം പകർത്തി എഴുതി അയച്ചിരുന്നു. ഇപ്പം എൻ്റെ മനസ്സിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം ആണ് പകർപ്പിലേക്ക് വരിക. അത് പത്രത്തിൽ ചെയ്ത ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മനസ്സിൽ എഡിറ്റ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് എനിക്ക് രണ്ടാമതൊരു എഡിറ്റിംഗ് ആവശ്യമില്ലാതെ വരുന്നു, വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എഴുത്തിൻ്റെ ഒരു രീതി പോകുന്നത്. അങ്ങനെയാണ്. അതിന് പിന്നെ മറ്റൊന്നും കൂടി പത്രപ്രവർത്തനം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു അപകടവും കൂടിയുണ്ട്. ഞാൻ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേഖനങ്ങളും ഫീച്ചറുകളും എഴുതാറുണ്ട്, വാർത്തകൾ എഴുതാറുണ്ട്, പിന്നെ ബാലസാഹിത്യ പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ബാലസാഹിത്യമല്ലാതെ വൈജ്ഞാനിക സാഹിത്യവും പഠനവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും എൻ്റേതായിട്ടുണ്ട്. ഈ 3നും 3 ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും പത്രഭാഷ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ബാലസാഹിത്യം എഴുതാൻ പറ്റില്ല, ബാലസാഹിത്യ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അക്കാഡമിക് പുസ്തകങ്ങൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ബാലസാഹിത്യം എഴുതുമ്പോൾ ഞാൻ ബാലസാഹിത്യകാരൻ മാത്രമാവുകയും പത്രപ്രവർത്തകനെയും വൈജ്ഞാനിക സാഹിത്യകാരനെയും മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡെഡ് ലൈൻ, ഒരു പുസ്തകം ഒരു പ്രസാധകൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനുവരി 10 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-നെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൃത്യനിഷ്ഠത എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പറ്റില്ലെങ്കിൽ ഞാൻ ഏക്കില്ല. അതും പത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. പത്രത്തിലൊരു വാർത്ത ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ 8 മണിക്ക് വാർത്ത ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ വിവരമൊക്കെ കിട്ടി നന്നാക്കിയിട്ട് 8-10 കൊണ്ട് ഫയൽ ചെയ്താൽ ആ പത്രത്തിൽ വരില്ല. അതുകൊണ്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. 3000 പേജുള്ള പുസ്തകം ഇന്ന ദിവസം തരാമെന്ന് ഞാൻ ഏറ്റാൽ 2 ദിവസമെങ്കിലും മുമ്പ് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യനിഷ്ഠത പത്രത്തിൽ നിന്ന് കിട്ടിയ 2 പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ് എനിക്ക്. അതിന് മാതൃഭൂമിയോട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. 25 കൊല്ലം ഞാൻ മാതൃഭൂമിയിൽ പത്രപ്രവർത്തകനായിരുന്നു. ഓക്കെ സർ. അപ്പോൾ നമുക്കിനി അടുത്ത കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. അതിൽ ആദ്യം ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കഥയെ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ സാഹിത്യത്തിൽ ചോദ്യോത്തരങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള യാതൊരു ഉറപ്പും എനിക്കില്ല. ചോദ്യവും ഉത്തരവും സാഹിത്യത്തിലില്ല. 1 മിനിറ്റ് മോളെ. നിങ്ങൾ കണക്ക് പരീക്ഷ എഴുതുമ്പോൾ 1+1 എന്നൊരു ചോദ്യം വന്നാൽ 2 എന്ന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. മറ്റെന്ത് എഴുതിയാലും മാർക്ക് കിട്ടില്ല. അതേസമയം ഒരു ആർട്സ് വിഷയത്തിലാണ്, മലയാളത്തിലാണ് എന്നുണ്ടെങ്കിൽ 1 എന്നും എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം മുഹമ്മദ് ബഷീർ പറയും ഇമ്മിണി വലിയ 1 എന്ന് പറയും. അതിന് ശരി ഉത്തരം കിട്ടും. സയൻസിലും ശാസ്ത്ര വിഷയങ്ങളിലും അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലും ഒക്കെ കൃത്യമായ ഉത്തരങ്ങളുള്ളപ്പോൾ സാഹിത്യത്തിന് കൃത്യമായ ഉത്തരങ്ങളില്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറയാമെന്നുള്ള ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല. എങ്കിലും നമുക്ക് സംസാരിക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് വരദേ എന്നാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു വർഷത്തിനിടെ 350 പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആസ്വാദനക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് പഠിക്കുന്നത് മോള്? ഞാൻ GHSS വിളവൂർക്കൽ മലയങ്കീഴ്. ഇതാണോ പഠിക്കുന്നത്? സ്റ്റേറ്റ് സിലബസാ? അപ്പോൾ നീ മഞ്ഞപ്പാവാടയും വിശപ്പും ഒക്കെ പഠിച്ച ആളാണോ? അപ്പോൾ എൻ്റെ കഥകൾ പഠിച്ച ആൾ കൂടിയാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കേരള പാഠാവലി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. കേരള പാഠാവലിയിലെ
3-4 ക്ലാസ്സുകളിലുണ്ട്. ആ കഥകൾ പഠിച്ചതാണ്. പുസ്തകങ്ങൾ വായിക്കുക, എണ്ണത്തേക്കാൾ ഉപരി കിട്ടുന്നതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ വായനയിലൊരു ശിശുവാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരു പുസ്തകം കിട്ടിയാൽ അത് വായിക്കാനുള്ളൊരു ആഹ്ലാദം, അത് വായിച്ച് തീരുന്നത് വരെയുള്ളൊരു അസ്വസ്ഥത, തീരുമ്പോഴുള്ളൊരു സന്തോഷം, ഇത് പ്രധാനമാണ്. വായിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വായന നമ്മളെ മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വളരെ മിടുക്കി, സന്തോഷം. സാർ, ഞാൻ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സാറിൻ്റെ കഥകളാണ്. അപ്പോൾ സാർ ഏറ്റവും കൂടുതൽ എഴുതുന്ന ആനക്കഥകളാണല്ലോ. അപ്പോൾ ഈ ആനകളെ കുറിച്ചുള്ള വിവരങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്നാവണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് ഉത്തരം പറയാൻ പറ്റുന്നതല്ല മോളെ. ഞാൻ തന്നെ എഴുത്തുകാരൻ എങ്ങനെയോ ആയിപ്പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ രീതി തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ എഴുത്തുകാരി ആവാൻ നിൻ്റെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് വൈകിന്ന് വരും. എൻ്റെ കഥകൾ കുറേ പ്രസിദ്ധീകരിക്കാതിരുന്നതിന് ശേഷം പ്രസിദ്ധീകരിച്ച പോലെ നമ്മളൊരു എന്തെങ്കിലും സ്പാർക്കുള്ള ഒരു എഴുത്തുകാരൻ നിൻ്റെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അഥവാ ആയിട്ടില്ലെങ്കിൽ എഴുത്തുകാരി ആവാനല്ല യോഗം എന്നുള്ളൊരു സ്വീകരിക്കുകയാണ് വളരെ പ്രധാനമായിട്ട് വേണ്ടത്. ആനക്കഥ പോലെ ഏത് കഥ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ അതിന് വേണ്ട ഒരു മനസ്സൊരുക്കം നടത്തിയതിന് ശേഷം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ വസ്തുതാപരമായ പിഴവുകളൊന്നുമില്ലാതെ, അക്ഷരത്തെറ്റുകളില്ലാതെയൊക്കെ ഏറ്റവും ഭംഗിയായി, അതേസമയം ഏറ്റവും ലളിതമായി എഴുതാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ MD വാസുദേവൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ സാറിനെ ഒന്ന് അന്വേഷിച്ചെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും പറയാം കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ആക്ച്വലി 2 ചോദ്യമുണ്ട്. അപ്പം ഞാൻ പണ്ടങ്ങാടൊരു ഇൻ്റർവ്യൂവിൽ കണ്ടാണ്, റൈറ്ററിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. അപ്പം അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, താങ്കളുടെ പുസ്തകങ്ങളുടെ ടോപ്പിക്ക് താങ്കൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമാണ്, ദ ഔട്ട്പുട്ട് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻപുട്ട് എന്ന്. ഞാനും കുറച്ച് പുസ്തകം എഴുതാറുണ്ട്. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ വായിക്കുന്ന പുസ്തകം വെച്ചിട്ടാണ് ഞാൻ എഴുതുന്ന പുസ്തകം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാറിനും അതുപോലെ തന്നെയാണ്. സാറിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഞാൻ എഴുതാനിരിക്കുമ്പോൾ ആദ്യം 2-3 കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന ഒരു കഥ, ഇപ്പം 3-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാനുള്ള മഞ്ഞപ്പാവാട അല്ലെങ്കിൽ ഇരുന്നു. അപ്പോൾ ഈ കഥ എഴുതാനിരിക്കുമ്പോൾ അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് LKG, ഇപ്പം ഞാനിപ്പോൾ കൊടുത്ത പുസ്തകം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് വായിക്കാനില്ലാതെ നല്ല ചിത്രങ്ങളുടെ അടുത്ത് 2-3 വരികളിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതിയായിട്ടാണ്. അത് അങ്ങനത്തെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. കുറച്ചുകൂടി ഹൈസ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ച് എഴുതുന്നതിൽ പ്രോസ് കൂടുകയും ചിത്രങ്ങളൊക്കെ കുറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ എടുക്കുന്ന വിഷയം ഏതിന് പറ്റുന്നു എന്നാൽ, ചില വിഷയങ്ങൾ കഥ എഴുതാൻ പറ്റും, ചില വിഷയങ്ങൾ കവിത എഴുതാൻ പറ്റും, ചിലത് ലേഖനം എഴുതാൻ പറ്റും. അപ്പോൾ അത് ഏത് വിഷയമാണെന്ന് തീരുമാനിച്ച്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് തീരുമാനിച്ച്, അതിന് പറ്റുന്ന രീതിയിലുള്ള ഭാഷയും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന രീതിയും സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഓരോ പുസ്തകവും എഴുതുക. അല്ലാതെ LKG കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വായിക്കാനുള്ളൊരു സാധനം എഴുതി കൊടുത്താൽ ആ കുട്ടിക്ക് വായിക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഓരോ കുട്ടിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാലസാഹിത്യ പുസ്തകങ്ങൾ പ്രീ പ്രൈമറി വരെ, LKG UKG കുട്ടികൾക്ക്, 4-ാം ക്ലാസ് വരെ കുട്ടികൾക്ക്, 7-ാം ക്ലാസ് വരെ, ഹൈസ്കൂൾ വരെ എന്നൊക്കെ പറഞ്ഞ് വിഭജനങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ട്. പലപ്പോഴും പുസ്തകങ്ങൾ ആ രീതിയിൽ അത്ര ശാസ്ത്രീയമായിട്ടല്ല ഇറങ്ങുന്നതെങ്കിൽ കൂടിയും നമ്മൾ എഴുതുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് ആ പുസ്തകത്തിൻ്റെ രീതിയും എഴുത്ത് രീതിയും ഒക്കെ തീരുമാനിക്കുന്നത്. സർ, വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇപ്പം മിക്കവാറും റൈറ്റേഴ്സ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് കൂടുതലും പൈസ ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ അവരുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിനായിട്ടാണ് എഴുതുന്നത്. അപ്പം അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? കുട്ടികളുടെ കാര്യം, അനിക്കാർന്നാർ കുട്ടികളുടെ എഴുത്തിൽ അങ്ങനെ ചെയ്താൽ കുട്ടികൾ സ്വീകരിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എഴുതുമ്പോൾ എപ്പോഴും തീരുമാനിക്കുന്നത് എൻ്റെ കുട്ടിക്കാലമല്ല നിങ്ങളുടെ കുട്ടിക്കാലം. ഞാൻ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, ഞാൻ മാതൃഭൂമിയിൽ ജോലിക്ക് വന്നിട്ട് 1996 ഈ മൊബൈൽ ഫോൺ, ഇതുമല്ല ഇതിൻ്റെ പ്രാകൃതമായ രൂപത്തിലുള്ള വലിയ പുട്ടുകുറ്റി പോലത്തെ മൊബൈൽ ഫോൺ ആദ്യം കാണുന്നത്. ഇതിലൊരു ഇൻകമിംഗ് കോളിന് 36 പൈസയായിരുന്നു ഇതിൻ്റെ അന്നത്തെ വില. അന്ന് ഇൻകമിംഗ് കോളിന് വരാം, ആ കാലത്താണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാനൊരു കുഞ്ഞിനെ കാണാൻ പോയി, ഒരു ജനിച്ച കുഞ്ഞിനെ കാണാൻ പോയി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ കാനഡയിലാണ്. ഈ അമ്മ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യം മൊബൈൽ ഫോണിൽ കൂടെ അച്ഛനെ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലോകം വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ചെറുപ്പകാലം മറന്നിട്ട് ഇന്നത്തെ കുട്ടികളെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിയുന്നതും നിങ്ങളുടെ ലോകം എത്രമാത്രം എൻ്റെ മകൻ, എൻ്റെ മകളോ അവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്നിട്ടുള്ളൊരു ലോകം, ആ ലോകം മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി എഴുതുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിക്കുന്ന ഒരു രീതി. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഏത് എഴുത്തുകാരൻ എഴുതുമ്പോഴും അപ്പോഴത്തെ കുട്ടികൾ, ആ കുട്ടികളാണ് വായനക്കാർ. അപ്പോൾ നിങ്ങളുടെ ലോകം മനസ്സിലാകാതെ എഴുതുന്ന ഒരു എഴുത്തും, എൻ്റെ കുറേ താല്പര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ച് എഴുതുന്ന എഴുത്തൊന്നും നിങ്ങൾ വായിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്.
അതുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ പറയുന്നത്. നമ്മൾ പുതിയ കാലത്തെ കുട്ടികൾക്ക് വേണ്ടി തന്നെ എഴുതണം, എന്നാലേ ആ പുസ്തകങ്ങൾ സ്വീകാര്യമാകൂ. അത് എൻ്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതും ആവണം. ഞാൻ ഈ MBAFL വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കവിതയുമായിട്ട് ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കവിതകളെല്ലാം എഴുതിയുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ അതോട്ട് കൊല്ലം ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ ഇലകൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കവിത വന്ന്, ഇലകളുടെ മഴ പൂക്കളുടെ മഴ കാറ്റടിക്കുക, ഇലകൾ പെയ്യുന്നു പൂക്കൾ പെയ്യുന്നു കാറ്റടിക്കുമ്പോൾ ഇലകളുടെ മഴ പൂക്കളുടെ മഴ എന്ന് ഒരു കവിത ഞാൻ ബുക്കിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ സാറിനെപ്പോലുള്ള കവിയത്രന്മാരെ കാണുമ്പോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ പുതിയ കവിതകൾ എഴുതും, എൻ്റെ ആസ്വാദനങ്ങളൊക്കെ എഴുതും, ഓരോ കവിതകൾ വായിച്ച്. അപ്പോൾ ആ ലൈബ്രറിയിൽ വെച്ച് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതുതന്നെ ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. വായിക്കാതെ നമുക്ക് എഴുതാൻ പറ്റുകയില്ല. നമുക്ക് വായിച്ചാൽ മാത്രമേ നമുക്ക് എഴുത്തുകാരനാവാൻ പറ്റൂ. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ കവിത എന്താണ്, ഇപ്പോഴത്തെ കഥ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു 25 കൊല്ലം മുമ്പുള്ള ഒരു രീതിയിൽ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ആരും വായിക്കില്ല. അതുകൊണ്ട് എഴുത്തിൻ്റെ ഒരു തുടർച്ചയാണ്, വായനയുടെ ഒരു തുടർച്ചയാണ് എഴുത്തെന്ന് പറയുന്നത്. വായിക്കാതെ എഴുത്തുകാരനാവാൻ പറ്റില്ല. എഴുത്തുകാരനാവാം, ആ എഴുത്തുകാരനെ ആരും അംഗീകരിക്കില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കവിത തന്നെ എഴുതാൻ കാരണം മുമ്പ് എവിടേക്കോ വായിച്ചതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലുള്ളതുകൊണ്ടാണ്. അങ്ങനെ വായനയുടെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഒരു എഴുത്തിന്, നല്ല എഴുത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് കഥകളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ഒരു ബുക്ക് ഇറക്കണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കുറച്ച് കഥകൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇനി എനിക്ക് കുറച്ചും കൂടെ എഴുതാനുണ്ട്. സാർ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത് നേരത്തെ എന്തോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതുന്നത് എന്ന് ആലോചിച്ചിട്ടാണോ എഴുതുന്നത്? ഞാനിപ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ പ്രമേയം എന്താണെന്ന് മനസ്സിൽ കണക്ക് കൂട്ടും. ആദ്യം കൃത്യമായിട്ട് ഇന്ന കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും, ഇന്ന രീതിയിൽ നിന്ന് കണക്ക് കൂട്ടും. രണ്ടാമത് ഞാൻ മനസ്സിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യം, എത്ര ചാപ്റ്റർ വേണം, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവരും. അതിനുശേഷമാണ് എഴുത്തിലേക്ക് കടക്കുക. ആ എഴുത്തിലേക്ക് കടക്കുമ്പോഴേക്ക് ഏതാണ്ട് പുസ്തകത്തിൻ്റെ ഒരു പകുതി കാര്യം കഴിഞ്ഞ് പിന്നെ എഴുതുക എന്ന് പറയുന്നത് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ കൃത്യമായ ചിട്ടവട്ടത്തിലൂടെ തന്നെ എഴുതിയിട്ടാണ് എനിക്ക് ഓരോ പുസ്തകവും സമയത്ത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എഴുതാൻ സാറിനെ ഒരു വ്യക്തി ആരാണ് ഇൻസ്പയർ ചെയ്തത്? ഞാൻ ആ ചെറുപ്പത്തിൽ വായിച്ചിരുന്ന എല്ലാ ബാലസാഹിത്യകാരന്മാരും, സുമംഗല ചേച്ചി, അതുപോലെ തന്നെ CP വള്ളിപ്പുറം, ഏവൂർ പരമേശ്വരൻ, P നരേന്ദ്രനാഥ്, മാലി, സുമംഗല, ഇങ്ങനെയുള്ള എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചതൊക്കെ എന്നെ ഒരു എഴുത്തുകാരനാവാൻ വേണ്ടി, എനിക്ക് എഴുതണം എന്ന് തോന്നാൻ ഇവരൊക്കെ കാരണമാണ്. അങ്ങനെ എല്ലാവരും, അല്ലാതെ കൃത്യമായിട്ട് എന്നെ ഇപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ കഥകൾ എഴുതുമ്പോൾ MT സാറിൻ്റെയൊക്കെ ഒരു ഭാഷയൊക്കെ അനുകരിച്ചൊക്കെ കഥ എഴുതിയിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാവരെയും നമ്മൾ അനുകരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുക. എന്തെഴുതിയാലും അത് ഞാൻ എഴുതിയ കഥയാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുക, അത് അങ്ങനത്തെ ഒരു കയ്യൊപ്പ് ഉണ്ടാക്കുക എന്നുള്ള പ്രധാനമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളെ എല്ലാവരും വായിച്ച എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ നമ്മളുടേതായ സ്വന്തമായൊരു ശൈലിയിലേക്ക് നമ്മൾ വരിക. എന്നാൽ മാത്രമേ നമ്മൾ യേശുദാസിനെ പോലെ പാടാൻ വേറെ യേശുദാസ് ആവശ്യമില്ല, വേറെ ആൾ ആവശ്യമില്ല. നമ്മൾ പാടുന്ന ആളെ അയാളെ പോലെ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ അനുകരിക്കായിരിക്കും. MT പോലെ എഴുതാൻ വേറൊരു MT ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ രുദ്രപ്രിയയെ പോലെ എഴുതാൻ രുദ്രപ്രിയ തന്നെ വേണം. ആദ്യത്തെ അനുകരണങ്ങളൊക്കെ ഉണ്ടാവാം. അതിൽ നിന്ന് പതുക്കെ നമ്മുടേതായ ഒരു കയ്യൊപ്പ് നമ്മൾ എഴുതുന്ന എല്ലാത്തിലും ഉണ്ടാക്കുക എന്നുള്ളിടത്താണ് ഒരു എഴുത്തുകാരൻ വിജയിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ എഴുത്തുകാരും അങ്ങനെ വിജയിച്ചവരാണ്. ഓക്കെ സർ, അപ്പോൾ ഏകദേശം നമ്മുടെ സമയവും അവസാനിക്കാറാവുന്നുണ്ട്. അപ്പോൾ ഒരു അവസാന ഒരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ച് അവസാനിപ്പിക്കാം അല്ലേ? സാറിന് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുടെ പേരുകൾ നമുക്ക് ചോദിച്ചാലോ, അല്ലേ? സാർ ഒന്ന് പറയാം. അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ ഇപ്പോഴത്തെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം വായനയുടെ ആപേക്ഷികത എൻ്റെ കാലത്ത് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ പ്രധാനമായിട്ട് കുട്ടികളുടെ പുസ്തകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുക ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന മുട്ടത്ത് വർക്കിയുടെ പുസ്തകമാണ്. ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞ നന്ദനാരുടെ പുസ്തകമാണ്. പിന്നെ P നരേന്ദ്രനാഥിൻ്റെ എല്ലാ പുസ്തകങ്ങളും, നിധിയറിയും യന്ത്രവും, വികൃതി രാമനും, പങ്ങുണ്ണിയും അടക്കമുള്ള എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുസ്തകങ്ങളാണ്. സുമംഗല ചേച്ചിയുടെ നെയ്പ്പായസവും തങ്കക്കിങ്ങിണിയും പോലുള്ള പുസ്തകങ്ങൾ, കുഞ്ഞുണ്ണി മാഷിയുടെ അക്ഷരത്തെറ്റ്, ഒരുപാട് നാടോടി കഥകൾ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ്. MT വാസുദേവൻ നായർ നേരത്തെ പറഞ്ഞ മാണിക്കക്കല്ല്, ദയ എന്ന പെൺകുട്ടി, അതുപോലെ തന്നെ തന്ത്രക്കാരി തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ. പിന്നീട് ഞാൻ പിന്നെ വായനയുടെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും ബാലസാഹിത്യം വായിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ബാലസാഹിത്യം തന്നെ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. വായനയുടെ ഒരു ഘട്ടമുണ്ട്. ബാലസാഹിത്യം വായിക്കാം, അത് കഴിഞ്ഞ് കഥയിലേക്ക് വരാം, കവിതയിലേക്ക് വരാം. അങ്ങനെ വായനയുടെ ഒരു വളർച്ച കൊണ്ടുവരണം കേട്ടോ. പിന്നെ വേറൊരു ഒരു സന്തോഷം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ മോള് KVയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, കോഴിക്കോട്.
അവൾ അതിനുശേഷം ഇപ്പോൾ അന്ന് അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യമൊക്കെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഇപ്പോഴും ചരിത്രപരമായ പുസ്തകം, അവളുടെ ഹിസ്റ്ററിയാണ് അവളുടെ സബ്ജക്റ്റ്. അന്നേ അവൾ പറഞ്ഞിരുന്നു എനിക്ക് ആർക്കിയോളജി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവൾ KV കഴിഞ്ഞു. KV കഴിഞ്ഞിട്ട് ക്രൈസ്റ്റ് കോളേജിൽ ബാംഗ്ലൂർ ഹിസ്റ്ററി, ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ് 3 മെയിൻ ആയിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞു. MA പൂനെയിൽ പോയിട്ട് ആർക്കിയോളജി MA കഴിഞ്ഞു. UGCയും കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഒരു സ്വപ്നം അന്നേ അവൾക്കുണ്ടായിരുന്നു. അത് അവൾ സാക്ഷാത്കരിച്ചു. അത് നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടി ഈ യൂണിഫോമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ കിട്ടുക. ഞാൻ കാശ്മീർ ശ്രീനഗറിൽ ചെന്നപ്പോഴും അവിടെ യൂണിഫോം കണ്ടു. ഇന്ത്യയിൽ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ഒരേ യൂണിഫോമുള്ള ഒരു വലിയ സംസ്കാരമാണ്. അവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ. സന്തോഷം. വളരെ സന്തോഷം സർ. കഥയും ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഈ 1 മണിക്കൂറിൽ പറഞ്ഞു തന്നതിന്.